വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പല സ്ഥലങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹൃദയരായ നാട്ടുകാരെ, മനോഹരമായ ഗാനം ആലപിക്കുന്ന പ്രിയ ടീം, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരും എൻ്റെ ആത്മീയ സഹപ്രവർത്തകരുമായ കർത്താവിൻ്റെ ദാസന്മാരായ സഹപ്രവർത്തകരായ ദൈവദാസന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ശാന്തമായ ഗ്രാമത്തിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗം എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും സഭയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, എനിക്ക് വളരെ സന്തോഷമുണ്ടായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നിവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനാണ്. ഞാൻ വാഗമൺ ടീ ഗാർഡനിൽ അസിസ്റ്റന്റ് മാനേജരായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് അതിനടുത്തുള്ള കരിന്തിരി എന്ന് പറയുന്ന ടീ ഗാർഡനിലെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങൾ. ജേക്കബ് സാർ എന്ന് വിളിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ എഴുത്തുകാരനുമാണ് തോമസ് ജേക്കബ്. അദ്ദേഹത്തിന്റെ മകനാണ്. കർത്താവിന്റെ ദാസൻ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി, ആകസ്മികമായി ഞാൻ സെമിനാരിയിൽ പഠിപ്പിച്ച എൻ്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഇവിടെ കണ്ടുമുട്ടി. അദ്ദേഹം ഈ നാട്ടുകാരനല്ല എങ്കിലും ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിലൂടെ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് ബിജു തങ്കച്ചൻ എന്നാണ്. ഇവിടെ ഉണ്ടെങ്കിലൊന്ന് എഴുന്നേറ്റ് നിന്നാൽ എല്ലാവരും ഒന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. ബിജു തങ്കച്ചന്റെ പുറകിലിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. മനോഹരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും എല്ലാം ഉൾക്കൊള്ളുകയും ചെയ്ത സഹോദരൻ എന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതിനാൽ ഞാൻ വളരെ വേഗം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രവേശിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ദയവായി സഹകരിക്കുക. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കേണ്ടത്, തോമസ് മാവനല്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അല്പം കൊണ്ടും അധികം കൊണ്ടും സ്വർഗത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ദയവായി വായിച്ച് എന്നെ ഒന്ന് സഹായിച്ചു തരാം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ, നിവർന്ന് തല ഉയർത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയുമല്ല, ഒരു പ്രത്യേക കൂട്ടരുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തല ഉയർത്താം. ഉപരിപ്ലവമായി വളരെ മനോഹരമായ ഒരു ലോകം, 600 കോടി ജനങ്ങളെ വഹിച്ചുകൊണ്ട് ചുറ്റുന്ന ഈ ഭൂമി, എല്ലാവിധമായ ആർഭാടങ്ങളും എല്ലാ സൗകര്യങ്ങളും പരിഷ്കാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ലോകം. എവിടെയും യാത്ര ചെയ്യാം. 35,000 അടി ഉയരത്തിൽ തലങ്ങും വിലങ്ങും പക്ഷികളെ പോലെ 10,000 ആളുകൾ യാത്ര ചെയ്യുന്ന ബോയിങ് വിമാനം, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം. ഏത് കുഗ്രാമത്തിൽ നിന്നും ലോകത്തിൽ എങ്ങോട്ടും ടെലിഫോണിൽ സംസാരിക്കാം. അതും വളരെയധികം പുരോഗമിക്കാൻ പോകുകയാണ്. ടെലിഫോൺ മൊബൈൽ ഫോണായി, മൊബൈൽ ഫോണിന് മാറി വീഡിയോ ഫോണാകാൻ പോകുകയാണ്. ഏറ്റവും വിലപ്പെട്ട ഭക്ഷണം, വീടുകൾ, അതിമനോഹരമായ വാസസ്ഥലങ്ങൾ, മനുഷ്യന്റെ പാദങ്ങളെക്കാൾ തിളങ്ങുന്ന ഫ്ലോറിംഗ് ഉള്ള വീടുകൾ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വിലപ്പെട്ട ഭക്ഷണം നൽകുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, ലക്ഷങ്ങളുടെ വിലയുള്ള വലിയ വസ്ത്രങ്ങൾ, ഒരു നേരത്തെ 4 മണിക്കത്തെ ആഹാരത്തിന് 46,000 രൂപ ബില്ലടിക്കുന്ന ഹോട്ടൽ വരെ ഈ ലോകത്തിലുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ തരത്തിലും അതിമനോഹരമായിരിക്കുന്ന സുന്ദരമെന്ന് പറയുന്ന ഈ ലോകത്തിന്റെ മറുവശം ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ലോകം ഒരു മുങ്ങുന്ന കപ്പലാണ്. 600 കോടി ജനത്തെയും വഹിച്ചുകൊണ്ട് ഈ ലോകം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് രക്ഷയുടെ ബോട്ടുള്ള ചില ആളുകളുണ്ട്, ലൈഫ് ബെൽറ്റ്. ഹല്ലേലൂയ. അവർ മാത്രം രക്ഷപ്പെടും. വെറുതെ പറയുകയല്ല. ഞാൻ ആരംഭത്തിലെ പറയട്ടെ, ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു മതത്തിനെതിരല്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ സത്യങ്ങൾ അനുകാലിക ശാസ്ത്രത്തിന്റെ തെളിവിൽ ഇന്ന് രാത്രി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതും സ്വീകരിക്കാം. 60,000 അണുവായുധങ്ങൾ ഈ ഭൂമിയിൽ റെഡി. 2003 ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് 60,000 ആറ്റം വെപ്പൺ ആർ റെഡി ടു എക്സ്പ്ലോഡ് അറ്റ് എനി ടൈം. 60,000 അണുവായുധം ഒന്നിച്ചു പൊട്ടിച്ചാൽ 7,200 കോടി ജനത്തെ 2 മിനിറ്റ് കൊണ്ട് കൊന്നു തീർക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ 12 പ്രാവശ്യം 2 മിനിറ്റ് കൊണ്ട് കൊല്ലുവാനുള്ള വക ഉള്ള ഭൂമി.
എല്ലാ ഗവൺമെന്റുകൾക്ക് തലവേദനയുള്ളതായ ഒരു കൂട്ടം ആളുകൾ ലോകത്തിൽ തലനീട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ ടെററിസ്റ്റ് എന്ന് പറയും, മലയാളത്തിൽ ഭീകരർ എന്ന് പറയുന്ന സംഘടന ചെറുതൊന്നുമല്ല. സ്വന്തമായ ബാങ്ക് അക്കൗണ്ടും ഹെലികോപ്റ്ററും യൂണിഫോമും ആറ്റം ആയുധങ്ങളും ഇഷ്ടം പോലെ പണവുമുള്ള കൂട്ടാർ. കഴിഞ്ഞ മാസത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ളതായ ആ ക്ഷണം വരെ നിരസിച്ച ഉൽഫ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സമാന്തര ഭീകര സംഘടന ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തലവേദന. എന്താണെന്നറിയാമോ കാരണം? അവരുടെ നേതാവായിട്ടൊരുത്തൻ പുറകെ വരുന്നുണ്ട്. അവന്റെ പേര് ദൈവദാസന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്, പിശാച്, സാത്താൻ. സമ്പദ്ഘടനയുടെ നട്ടൊല്ലൊടിഞ്ഞ ലോകം. കുടുംബങ്ങൾ, വീടുകൾ, വ്യവസായങ്ങൾ തകരുന്നു, ബിസിനസ്സുകൾ കൂമ്പുകുത്തുന്നു. സമ്പദ്ഘടനയുടെ നട്ടൊല്ലൊടിഞ്ഞ ലോകം. ലോകത്തിലെ സകല രാജ്യങ്ങളിലും ഏതോ ഒരു പാകപ്പെട സംഭവിച്ചു. എന്താ? സമ്പദ്ഘടന ശരിയാകുന്നില്ല, ബിസിനസ്സുകൾ പൊളിയുന്നു. 100 രൂപ നോട്ട് കയ്യിലില്ലാഞ്ഞിട്ടല്ല, ബിസിനസ്സുകൾ പൊളിയുന്നു. മറുവശത്ത് നോക്കിക്കേ, കുടുംബ ബന്ധങ്ങൾ ആടി ഉലയുന്നു. വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ ചെന്നെത്തുന്നു. അനാഥ ശിശുക്കൾ പെരുകുന്നു. സ്നേഹം തണുത്ത് നശിച്ചുപോയ കുടുംബങ്ങൾ, അയൽക്കാർ, നാട്ടുകാർ, മരുന്നടി വളരെ ശക്തിയുള്ള വിഷമരുന്നുകൾ, അണുനാശിനികൾ അഥവാ കീടനാശിനികൾ കൃഷിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. സയൻസ്, എക്കാലക്സ്, ഫൊർഡാൻ, എൻഡോസൾഫാൻ എന്നെല്ലാം പറയുന്നത് 35 EC മാരകശേഷിയുള്ളതാണ് എല്ലാ ചെടികൾക്കും തളിക്കാൻ. എന്നാൽ അതിനേക്കാളെല്ലാം അതിശക്തമായ മറ്റൊരു വിഷം സാത്താൻ മനുഷ്യരുടെ മേൽ എല്ലാം സ്പ്രേ ചെയ്തിരിക്കുകയാണ്. ആ വിഷത്തിന്റെ പേരാണ് വർഗീയ വിഷം. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ കൊലവിളിയും നടത്തിക്കൊണ്ട് മനുഷ്യരക്തം ഒഴുകുന്ന ഭൂമിയാണിത്. സ്തോത്രം. സമാധാനം നഷ്ടപ്പെട്ട തലമുറ, ഉറക്കമില്ലാത്ത ആളുകൾ. ഹല്ലേലൂയ. മാടക്കട മുതൽ മെഡിക്കൽ കോളേജ് വരെ മരുന്നുകൾ കിട്ടും, പക്ഷേ എല്ലാവരും രോഗികൾ. പ്രൈസ് ദി ലോർഡ്. അവയവങ്ങൾ വരെ മാറ്റി നടാൻ മെഡിക്കൽ സയൻസ് വളർന്നെങ്കിലും രോഗമില്ലാത്ത ആളുകൾ ഈ ഭൂമിയിൽ വളരെ കുറവേ. സ്തോത്രം. ഉറക്കമൊഴിഞ്ഞ ആളുകൾ, ഭക്ഷണത്തിന് രുചിയില്ല, സ്നേഹം തണുത്തു മരിച്ചു, നിരാശ വർദ്ധിച്ച ജനം. എന്താ കാരണം? ആ കാരണമാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സിസ്റ്റം മാറാൻ പോകുകയാണ്. ഈ സിസ്റ്റം മാറുകയാണ്. ഈ സിസ്റ്റം മാറി വളരെ വേഗം മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഈ ഭൂമി വരാൻ പോവുകയാണ്. സ്തോത്രം. ഇന്നത്തെ ഈ സിസ്റ്റം മാറും. ഈ ഭൂമിയെ ദൈവം നിർമ്മിച്ചത് നോക്കിക്കേ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനകത്ത് സൗരയൂഥം എന്ന് പറയുന്നിടത്ത് 9 ഗ്രഹങ്ങൾ, അതിന്റെ ലീഡറായിട്ട് സൂര്യൻ, സൂര്യനെ ചുറ്റിപ്പറ്റി 9 ഗ്രഹങ്ങൾ, അതിന്റെ അസിസ്റ്റന്റുമാരായ 60 ചന്ദ്രന്മാർ, അങ്ങനെ 69 + 1 70, ഒരു നക്ഷത്രവും 9 ഗ്രഹങ്ങളും 60 ഉപഗ്രഹങ്ങളും ഉള്ളതായ ഈ സൗരയൂഥത്തിൽ ഈ ഭൂമിയിൽ മാത്രം ചില അനുകൂല ഘടകങ്ങൾ, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ചൂട് ഇവിടെ മാത്രം. ശുക്രനും ഭൂമിയും സൂര്യനിൽ നിന്നും വലിയ വ്യത്യാസമില്ലാത്ത ഒരേ അകലത്തിൽ, ശുക്രനും ഭൂമിയും തമ്മിൽ സൂര്യനുമായിട്ടുള്ള അകലത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഭൂമിയിലെ ശരാശരി ചൂട് 15 ഡിഗ്രി ആണെങ്കിൽ ശുക്രനിലെ ചൂട് 475 ഡിഗ്രി ചുട്ടുപൊള്ളുന്നു. 12 മണിക്കൂർ കൂടുമ്പോൾ ഈ ഭൂമിയിൽ ഒരു രാത്രി. ശുക്രനിൽ 425 ദിവസം കൂടുമ്പോൾ ഒരു രാത്രി. ഒറ്റ രാത്രിയുടെ ദൈർഘ്യം 425 ദിവസമാ. ഉറക്കപ്രിയന്മാരുണ്ട്, അങ്ങോട്ട് വിട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇങ്ങനെ ഭൂമിക്ക് മാത്രമേ വ്യത്യാസം? ഹരിതവർണ്ണങ്ങൾ ഈ ഭൂമിയിൽ മാത്രം, മനുഷ്യർക്ക് കുടിക്കുവാൻ പറ്റിയ വെള്ളം ഈ ഭൂമിയിൽ മാത്രം, ഈ ഭൂമിയിൽ മാത്രമുള്ള അനേക ഘടകങ്ങൾ, നിരവധി വിഷവാതകങ്ങൾ മറ്റ് ഗ്രഹങ്ങളിലുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഓക്സിജൻ ഈ ഭൂമിയിൽ മാത്രം. സ്തോത്രം. ഓക്സിജൻ ഉള്ള വേറെ ഒരു പ്രപഞ്ചത്തില് ഒരു ഗോളത്തിലും ഓക്സിജൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ അനുകൂല ഘടകങ്ങൾ. ശാസ്ത്രത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ട്, സെറ്റി. ഇരിക്കുന്ന സൂത്രമല്ല, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്ന് പറയും. 30 വർഷമായി കോടിക്കണക്കിന് രൂപ ചെലവാക്കി സയൻസ് ഒരു വർഷം ശരാശരി 1 കോടി റേഡിയോ സിഗ്നൽ വെളിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. 1970-75 മുതൽ
1 കോടി റേഡിയോ സിഗ്നൽ ഒരു വർഷം. അങ്ങനെ ഈ 30 വർഷം 30 കോടി റേഡിയോ സിഗ്നൽ വെളിയിൽ വിട്ടതിന്റെ ആ പ്രോജക്ടിന്റെ പേരാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്. പക്ഷെ ഉത്തരം എന്തിനാണെന്നറിയാ വിട്ടത്? എവിടെയെങ്കിലും ജീവികൾ ഉണ്ടെങ്കിൽ പിടിച്ചെടുത്തിട്ട് റിപ്ലൈ തരാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 30 വർഷം വിട്ടിട്ട് ഫലം ഞങ്ങളുടെ കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആനമുട്ട. കാരണം എന്നാന്നറിയാമോ? 115 സങ്കീർത്തനം 16 വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗ്ഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഭൂഗോളം ഇങ്ങനെ വിരിച്ചൊരുക്കിയിരിക്കുന്നത് ഇത് വെറുതെ ഉണ്ടായതല്ല. ഇതെന്റെയും നിങ്ങളുടെയും സർവശക്തനായ സർവവല്ലഭനായ സകലത്തെ നിയന്ത്രിക്കുന്ന സർവേശ്വരനായ ദൈവത്തിന്റെ പ്രത്യേക കൃപപ്രകാരം ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു. എന്തിന്? ഈ ഭൂമിയിൽ മനുഷ്യൻ വാഴുവാൻ. എല്ലാ സൃഷ്ടിയുടെയും അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഒടി ദൈവം പറഞ്ഞേ അറിയാവോ? വല്ലതനെ നീ ജീവിച്ചങ്ങ് പോകാനല്ല പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യം വായിച്ചാൽ കാണാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ വായിച്ചേ, ഉൽപ്പത്തി 1:27-21 വായിച്ചേ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ജീവിക്കാനല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ മരത്തെ കയറാൻ പഠിച്ചത്. അതുകൊണ്ടാണ് ഭൂമിയുടെ അടിയിലോട്ട് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോയത്. ദൈവം തമ്പുരാൻ പറഞ്ഞു വാഴാൻ. അതുകൊണ്ടാണ് സമുദ്രത്തിന്റെ അടിയിൽ ഊളിയിടുന്നത്. 6000 കിലോ തൂക്കമുള്ള ആന കൊമ്പനാൻ ഇതിലെ പോകുമ്പോൾ അതിനെ കൊണ്ടുനടക്കുന്ന ആളിനെ നോക്കിക്കേ, 45 കിലോയേ ഉള്ളൂ. ഈ പുള്ളി തിരിയിടാന്ന് പറയുമ്പോൾ ഈ 6000 തിരിയാൻ കാരണം യഹോവയായ ദൈവം പറഞ്ഞു അടക്കി വാഴാൻ. പ്രൈസ് ദി ലോർഡ്. സയൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച കാര്യം കേൾക്കണോ? മനുഷ്യൻ എന്ന് പറയുന്ന ഭൂമിയിൽ നിന്നുള്ളതല്ല. അവര് പറയുന്നത് സൂര്യപുത്രന്മാരാണ്. വായിക്കാം, ഉൽപ്പത്തി 2:7 നോക്കിക്കേ, വേഗം ഒന്ന് വായിച്ചേ. യെസ്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യനായില്ല. അവന്റെ മൂക്കിൽ മനുഷ്യനായില്ല. നിലത്തിലെ പൊടി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. സാമ്പാറിന് കഷ്ണങ്ങൾ വെട്ടി പാത്രത്തിനകത്തിട്ട സാമ്പാറാകത്തില്ല. സ്തോത്രം. അതിന് വേറെ പ്രോസസ് ഉണ്ട്. അതിനെ സാമ്പാർ പൊടിയും പരിപ്പും ചേർത്ത് കുക്കർ വെച്ച് സ്റ്റീം ചെയ്യണം. ഹല്ലേലൂയ. ഇഡ്ഡലിക്കും ദോശയ്ക്കും കൊടിച്ച് പാത്രത്തിൽ കൊടിച്ചാൽ ഇട്ടാൽ ഇഡ്ഡലി ആകത്തില്ല. അത് ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് സ്റ്റീം കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ ആകത്തുള്ളൂ. യഹോവയായ ദൈവം ശ്രദ്ധിച്ചോണം, നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അവൻ എങ്ങും എഴുന്നേറ്റ് പോയില്ല, അവിടെ പൊടി കിടക്കുക. അടുത്തത് കേട്ടോടുത്ത ബാക്കി ഒന്ന് വായിച്ചേ. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അവന്റെ മൂക്കിൽ ഒരു ഊത്ത, ചെവിയിലല്ല മൂക്കിൽ, ജീവശ്വാസം. അടുത്ത വാക്യം, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നോക്കിക്കോണേ, ദൈവം അവന്റെ മൂക്കിൽ ജീവൻ ശ്വാസമൂതി, അവൻ ജീവനുള്ള ദേഹിയായി. സ്തോത്രം. സയൻസ് പറയുന്നത് 85 മേജർ മൂലകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. 85 മേജർ എലിമെന്റ്സ്, മൂലകങ്ങൾ. അധ്യാപകരുണ്ട്, അവർക്കറിയാം. മേജർ എലിമെന്റ്സ് 85. ഹൈഡ്രജൻ മുതൽ യുറേനിയം വരെയുള്ള 85 എലിമെന്റ്സ് ആണ് ഈ പ്രപഞ്ചത്തിൽ ആകെയുള്ളത്. മേജർ എലിമെന്റ്സ്. അതിൽ 4 എണ്ണത്തിന് ജീവനുണ്ട്, ബാക്കി 81 എണ്ണത്തിനും ജീവനില്ല. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇത് 4നുമേ ജീവനുള്ളൂ. ഇത് 4 ഭൂമിയിലല്ല, ഇത് അന്തരീക്ഷത്തിന് അപ്പുറത്തുള്ള സാധനവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സയൻസ് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന സൂര്യപുത്രന്മാരാണ് അവര് പറയുന്നത്. അത് സത്യം. അവർക്ക് അത്രേ അറിയാവുള്ളൂ. നമുക്കറിയാം മനുഷ്യൻ നീതി സൂര്യനായ ദൈവത്തിന്റെ മക്കളാ. സ്തോത്രം. അങ്ങനെ യഹോവയായ ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്വാസത്തിന്റെ തുടർച്ച, ശരീരം ഈ ഭൂമിയിൽ നിന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഒരു മതമില്ല, ഒരു സഭയില്ല, ഒരു ഭാഷയില്ല, ഒരു ജാതിയില്ല. മനുഷ്യനായി ജനിച്ചവർ മുഴുവൻ ദൈവത്തിന്റെ പുത്രന്മാർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനായി ജനിച്ചവർ മുഴുവൻ ദൈവത്തിന്റെ പുത്രന്മാർ. ദൈവം തമ്പുരാൻ ശ്വാസമൂതി. ഞാൻ ഒരുപാട് വാക്യങ്ങൾ വായിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ പറയാം. ഇതുകൊണ്ട് ഇവിടെ തീർക്കാനല്ല. സഭാപ്രസംഗി പറയുന്നു, ഹല്ലേലൂയ, പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് തീരും. സഭാപ്രസംഗി 12:7. ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് ചേരും. ആത്മാവോ അതിനെ നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചും പോകും.
അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിട്ട്, ഈ ശരീരത്തിൽ ഇവിടെ സൃഷ്ടിച്ചിട്ട്, ഇവിടെ ജീവിച്ചിട്ട് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ജീവിച്ച ശേഷം തിരിച്ചങ്ങ് കൊണ്ടുപോകാനാ ദൈവം സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മളെ ഈ ശരീരമല്ല തരുന്നത്, വേറെ ഒരു ശരീരത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഈ ശരീരം ഈ ഭൂമിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാ. അല്ലെങ്കിൽ നമ്മുടെ ശരീര ഘടനയും തൊട്ട് നോക്കിക്കേ, ഹല്ലേലൂയ. കണ്ണയിലോട്ട് തൊട്ട് ഒരു കണ്ണെന്നെ പുറകിൽ വെക്കാഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണ് പുറകിലും ഒരു കണ്ണ് മുമ്പിൽ വരുന്ന ഞാൻ നടക്കത്തിൽ തലകുത്തി താഴെ വീണേനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, മൂക്ക് നമ്മുടെ താഴോട്ടാ, എന്താ മേലോട്ട് വെച്ചിരുന്നേ? എങ്കിൽ മഴ താരുവിലെ പോക്കുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭൂമിക്ക് വേണ്ടി മാത്രമാ. ഈ രണ്ട് എന്തിനാ ഈ ഫ്ലാപ്പ്? ഇതില്ലേ കേൾക്കാൻ മേലെ കേൾക്കാം. തമ്പുരാനറിയാം 35 കഴിയുമ്പോൾ എനിക്ക് കണ്ണാടി വെക്കണം, അതിന് വിദ്യ കലണ്ടർ തൂക്കാൻ ആണി അടിക്കുന്ന പോലെ കിഴിക്കാനൊക്കത്തില്ല. അതിന് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നതാ. ശരീരത്തിന്റെ അവയവങ്ങളെ ഈ മണ്ണിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നില്ല. ഹല്ലേലൂയ. വീടുകൾ നോക്കിക്കേ, കേരളത്തിലെ വീട് പോലെയല്ല തമിഴ്നാട്ടിലെ വീട്, ഇവിടുത്തെ പോലെയല്ല വടക്കേന്ത്യയിലെ വീട്. അമേരിക്കക്കാർ ഇവിടെ ഉണ്ട്, ചാനുണ്ട്, അദ്ദേഹത്തിന് അറിയാം. അവിടുത്തെ വീട് തടികൊണ്ടാ, അവിടെ സിമെന്റ് കൊണ്ട് ചെയ്ത അതിനകത്തിരിക്കുന്ന അന്നേരം തീരും, ഉള്ളി സിമെന്റ് ആവും. ഹല്ലേലൂയ. കാരണം 0.4 ഡിഗ്രിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുത്തെ വീട് തടികൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ഇവിടെ സൃഷ്ടിച്ചിട്ടെ ദൈവത്തിന്റെ ഒരു പ്ലാൻ, ഇതിനകത്തിരിക്കുന്ന ആത്മാവിനെ കുറച്ചുനാൾ ഇവിടെ കഴിച്ചിട്ട് തിരിച്ചങ്ങ് കൊണ്ടുചെല്ലണം. അപ്പോൾ ലോകത്തിൽ സഭ, മത, ജാതി, ഭാഷ വ്യത്യാസമില്ലാതെ ആരെല്ലാം ജനിക്കുന്നുണ്ടോ അതിനെല്ലാം സ്വർഗത്തിൽ ഒരു ശരീരവും റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ശരീരവും റെഡിയാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. മനുഷ്യനായ ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോഴല്ല, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ശക്തിയാൽ മനസ്സിലായി ആ കുഞ്ഞിന് വേണ്ടി ഒരു വീട് സ്വർഗത്തിലുമുണ്ട്, ഒരു ശരീരമുണ്ട്. ഇതറിയാവുന്ന വേറൊരു പുള്ളിയുണ്ട്. നമുക്ക് സമയം വളരെ പരിമിതമാവുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. ഇതറിയാവുന്ന ഒരു ശകനം മുടക്കിയുണ്ട്. അവന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, സാത്താൻ, പിശാച്. സ്തോത്രം. ഇവനെ ദൈവത്തിന് സർവശക്തനാണെന്ന് തെളിയിക്കാൻ സ്വർഗത്തിലും കയറാം. സ്തോത്രം. ദൈവം സർവശക്തനാണെന്ന് തെളിയിക്കാനായിട്ടാണ് ഇവനെ സ്വർഗത്തിൽ കയറ്റിയിട്ടുണ്ട്. കാരണം അവൻ അവിടെ കയറി ചെന്നാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവന് കയറാൻ ദൈവം സ്വർഗം വിലക്കിയിരുന്നേ അവന് പറഞ്ഞാല് എന്നെ അവിടെ നിന്ന് കയറ്റിയിരുന്ന ഞാനൊരു പണി കാണിച്ചേനെ. പ്രൈസ് ദി ലോർഡ്. അത് വരാതിരിക്കാൻ അവൻ എൻട്രൻസ് സ്വർഗത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്നാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നല്ലൊരു വീടും നല്ലൊരു ശരീരവും. സ്വതന്ത്രം. ഇത് കാണുമ്പോൾ അവൻ ഏറ്റവും വലിയ മനപ്രയാസവും ദുഃഖവും അസൂയയും. കാരണം അവൻ പണ്ടിരുന്ന സ്ഥലത്തെ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു വീട് നമുക്കൊരുക്കുന്നു. ആ വീടിന്റെ പൊക്കം 80 ലക്ഷം അടിയാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കോമ്പൗണ്ട് വാളിന്റെ മതിലുണ്ടല്ലോ, കോമ്പൗണ്ട് വാളിന്റെ അടിയിലിട്ടിരിക്കുന്ന 12 രത്നമാണ്. അപ്പൊ വീടെന്നാ നിങ്ങൾ നോക്കിയോണം. വായിച്ചേ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 18-ാം വാക്യമൊക്കെ വേഗം വായിച്ചേ. ഹല്ലേലൂയ. വേഗം വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ വീടിന്റെ ചുറ്റുമതിലല്ല, ചുറ്റുമതിലിന് അടിയിലിട്ടിരിക്കുന്ന സാധനം നോക്കിക്കോണം എന്നാക്കിയാന്ന്. വേഗം വായിച്ചേ. ഒന്നാം അടിസ്ഥാനം മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം. നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ 91.6 നിൽക്കുന്നേ ഉള്ളൂ. അത് തന്നെ എന്നാണ് നുണയാൻ അറിയാൻ 2 പവനെടുത്ത ഹോണ്ടാക്കാർ തരാമെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് വായിച്ചേ. അഞ്ചാമത്തേത് നഖവർണി. നഖവർണി എന്ന് പറഞ്ഞാൽ നഖം നീട്ടി പെയിന്റ് അടിച്ചെന്നല്ല, ഒനിക്സ്. 3 സൈഡിൽ കൂടെ കളർ വരുന്ന. വേഗം വായിച്ചേ. ആറാമത്തേത് ചുവപ്പ് കല്ല്. അടുത്ത വാക്യം. ഏഴാമത്തേത് പീതരത്നം. അടുത്ത വാക്യം. എട്ടാമത്തേത് ഗോമേതകം. ഒമ്പതാമത്തേത് പുഷ്യരാഗം. എനിക്ക് 12-ാമത് വലിയ ഇഷ്ടം. അടുത്ത വാക്യം വായിച്ചേ. 10-ാമത്തേത് വൈഡൂര്യം. അടുത്ത വാക്യം. 11-ാമത്തേത് പത്മരാഗം. അടുത്തത് 12-ാമത്തേത് സുഗന്ധിരത്നം. ഇങ്ങോട്ട് ചവിട്ടുമ്പോ ഇങ്ങോട്ട് പെർഫ്യൂം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ യഹോവയായ ദൈവം ഈ ലോകത്തിൽ ചൊവ്വേ നേരെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന വീടല്ല, വീടിന്റെ മതിലല്ല, അതിന്റെ ബേസ്മെന്റ്, അതിന്റെ ഫൗണ്ടേഷൻ 12 രത്നമാ. ഇത് കണ്ടാൽ സാത്താൻ അസൂയ. അവനെ ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകരുതുള്ള അവന്റെ പ്ലാൻ. സ്തോത്രം. അവനെ ഹല്ലേലൂയ മനുഷ്യനെ സ്വർഗത്തിൽ ദൈവം കൊണ്ടുപോകുമെന്ന് അറിയാം. അതിനൊരൊറ്റ തടസ്സം ഉണ്ടാക്കിയാൽ മതി. അതും അവനറിയാം. ഈ കഴിഞ്ഞ മാസം ഞങ്ങളുടെ കോട്ടയത്തൊരു സംഭവം നടന്നു. എന്റെ വീടിന് അയൽവക്കത്തുള്ള 2 പിള്ളേരാ, 2 സമ്പന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങളാ. അവർ 2 പേരുടെയും വീട്ടിൽ ഒരു മോന്റെ വീട്ടിലൊരു പുതിയ സ്കോർപിയോ കാറുണ്ട്, മറ്റേ മോന്റെ വീട്ടിലെ ഒന്നാന്തര ഇൻഡിക്ക കാറുണ്ട്. ഇത് 2 വിട്ടച്ച് ഇവർ 2 കൂടെ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയത് സൈക്കിളിലാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് രാത്രി 12:30 ആയപ്പോ സൈക്കിളിൽ ഒരാൾ പുറകെ ബൈക്കിൽ ഒരാൾ ചവിട്ടി ഡബിൾ വെച്ച് വരിക. കോടി വന്ന ചെറിയ വന്നപ്പം ഹൈവേ പോലീസ് കയറി പിടിച്ചു. ലൈറ്റ് ഇല്ല. SI-യും പോലീസും വരാ. കോളേജ് പഠിക്കുന്ന പിള്ളേർ വരളാൻ തുടങ്ങി. കരഞ്ഞൊക്കെ കാണിച്ച് ചുരുത്തം പറഞ്ഞു വല്യമ്മച്ചിക്ക് രോഗം കൂടി കിടക്കുക, അത് പറയാൻ പോയതാന്ന് പറഞ്ഞു. ഉടനെ SI പറഞ്ഞു ഇനി മേലാൽ ഇങ്ങനെ വരരുത്, പൊക്കോളാൻ പറഞ്ഞു.
അടിയൊന്നും കിട്ടിയില്ല, ശിക്ഷയില്ല, പൊക്കോളാൻ പറഞ്ഞു പോയി. അപ്പൊ ഇവരിങ്ങനെ മുന്നോട്ട് വന്നപ്പം ഇവര് ഒരാൾ പറയടാ നല്ല മനുഷ്യനാണല്ലോ എസ് ഐ, മറ്റോ പറയടാ എസ് ഐ ബന്ധുക്കാരനായിരിക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷിച്ച് അങ്ങോട്ട് കയറി ചവിട്ടിട്ടുണ്ടല്ലോ, വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. ലൈറ്റ് ബില്ല് ഇതെന്നാന്നറിയില്ല, വണ്ടി വെട്ടുക, സൈക്കിൾ വെട്ടുക, എന്ത് ചെയ്താ മുന്നോട്ട് വരുന്നില്ല. ഒടുവിൽ അടുത്ത സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എസ് ഐ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോണ്ടല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്ന് ഒതുക്കത്തിൽ പുറകിലത്തെ ടയറിലെ കാറ്റടിച്ചു വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവനെ ശിക്ഷ 8 കിലോമീറ്റർ തള്ളിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ സാത്താൻ ഒരു കാര്യം അറിയാം, മനുഷ്യന്റെ ജീവിതത്തിലെ ടയറിന്റെ കാറ്റടിച്ചു വിടാൻ. ഏതാണെന്നറിയാമോ? മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചാൽ സ്വർഗത്തിൽ അവൻ പോകത്തില്ല. സ്തോത്രം. ധനവാനും ദരിദ്രനൊന്നും വ്യത്യാസമില്ല, കറുത്തവനും വെളുത്തവനൊന്നും വ്യത്യാസമില്ല, ഏത് സഭക്കാരനും മതക്കാരനൊന്നും വ്യത്യാസമില്ല. പാപം ചെയ്യുന്നവന് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല, കാരണം സ്വർഗം വിശുദ്ധം. സ്തോത്രം. ദൈവസിംഹാസന സ്ഥലമിരിക്കുന്ന സ്ഥലം, ഈശ്വരന്റെ സാന്നിധ്യം, പരമേശ്വരന്റെ നിവാസം, പവിത്രമായ സ്ഥലമാണ് സ്വർഗം. അവിടെ പോകണമെങ്കിൽ പാപമില്ലാതെ പോകാനൊക്കത്തുള്ളൂ. സാധാരണ ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ചേ. വീട്ടിലിട്ടുന്ന ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മാന്യരായി റോഡിലിറങ്ങുകയില്ല. വീട്ടിൽ ധരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക വേഷം എല്ലാ രാജ്യത്തിലും, എല്ലാ സ്റ്റേറ്റിലും, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. ആ വേഷം ധരിച്ചുകൊണ്ട് അവരാരും റോഡിൽ ഇറങ്ങുകയില്ല. എന്തിന്? ആ വേഷം ധരിച്ചുകൊണ്ട് ആരാധനാലയത്തിൽ പോകുകയില്ല. ഇതൊന്നും വേണ്ട. അടുത്ത ബോംബെക്കോ വല്ലതും ഒന്ന് പോകണമെങ്കിൽ ആ വേഷത്തിൽ പോകുകയില്ല. അമേരിക്കയ്ക്കോ വല്ലതും പോകണമെങ്കിൽ പിന്നെ പറയണ്ടല്ലോ എങ്ങനെയാ പോകുന്നതെന്ന്. അങ്ങനെയാണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപമുള്ള പരിപാടിയായിട്ട് പോക്ക് നടക്കത്തില്ല. ഇത് പിശാചിനറിയാം. ആയതിനാലാണ് മനുഷ്യനെ കൊണ്ട് പാപം ജയിച്ചിട്ട് അവൻ തകർക്കുകയാണ്. പാപം എന്ന് പറയുന്ന ഏറ്റവും വലിയ ശരീരത്തിനല്ല, ആത്മാവിന് പിടിക്കുന്ന രോഗമാ പാപം. സ്തോത്രം. ഏത് രോഗത്തിനും ലക്ഷണമില്ലേ? സകല രോഗത്തിനും അടയാളമുണ്ട്. ഇന്ന് എല്ലാം വിദ്യാഭ്യാസമുള്ള കാലമായതുകൊണ്ട് സാധാരണക്കാർക്കൊക്കെ രോഗം വന്നാൽ ഉടനെ മിക്കവാറും വലിയ ടെസ്റ്റിന് മുമ്പ് തന്നെ സംഗതിയൊക്കെ മനസ്സിലാവും, എന്നതാണെന്ന് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പാപം എന്ന് പറയുന്നത് ആത്മാവിന് പിടിക്കുന്ന രോഗമാ. അത് സഭ മത ഭാഷക്കൊക്കെ അപ്പുറമാ. മനുഷ്യന് പാപം എന്ന രോഗം പിടിച്ചാൽ അതിന് ചില അടയാളങ്ങളുണ്ട്. ഞാൻ അടയാളങ്ങൾ പറയാം. അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, പാപമാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, തൊട്ടതെല്ലാം പരാജയം, പാപമാ. സ്തോത്രം. എവിടെ കയറി ഇവൻ പിടിച്ചാലും പരാജയം. കൃഷി ചെയ്താൽ പൊളിയും, ബിസിനസ് നടത്തിയാൽ പൊളിയും, പഠിച്ചാൽ പഠിച്ചിടത്ത് തന്നെ ഇരുന്ന് പഠിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാം പരാജയം. കാരണം ദൈവം നമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് ജയിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞിരിക്കുന്നത് വാഴാനാ. ദൈവം അനുഗ്രഹിച്ചിരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് തടസ്സം സഹോദര? നിന്റെ ബിസിനസ്സിനകത്ത് പരാജയമുണ്ടോ? നിന്റെ കൃഷിയിൽ പരാജയമുണ്ടോ? കുടുംബജീവിതത്തിൽ പരാജയമുണ്ടോ? വ്യക്തി ജീവിതത്തിൽ പരാജയമുണ്ടോ? ഹല്ലേലൂയ. കാരണം പാപം എന്ന രോഗം ആത്മാവിനെ തൊട്ടതെല്ലാം പരാജയം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്. യാതൊരു സ്വസ്ഥതയില്ല. നല്ല വേഷമൊക്കെ ധരിക്കും, പക്ഷേ അകം ഇങ്ങനെ കത്തുക, നെരിപ്പോട് പോലെ. കാരണം ആത്മാവിന് പാപമെന്ന രോഗം പിടിച്ചിരിക്കുക. മൂന്നാമത്തെ, ഉറക്കമില്ല. തമ്പുരാൻ വെച്ചിരിക്കുന്ന ഉറങ്ങാനാ. നമ്മുടെ സിസ്റ്റം, മനുഷ്യൻ സിസ്റ്റം വെച്ചിരിക്കുന്നു മിഷ്യൻ ഉറങ്ങാൻ. വീടുകളിൽ ഫ്രിഡ്ജുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഹല്ലേലൂയ. വീട്ടിൽ ഫ്രിഡ്ജുള്ളവരെന്ന് കൈപൊക്കിക്കേ. ആരുമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഒന്ന് ഫ്രിഡ്ജ് അല്ലേ, ഒന്നുള്ളവരെന്നല്ല. ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ ചോദിക്കിട്ട് രണ്ടുള്ളവർ കൈ വെക്കാനാ പറയേണ്ടത്. അങ്ങനെയാണ് ഇനി ഫ്രിഡ്ജിന്റെ ചോട്ടിൽ പോയി നിന്ന് ഫ്രിഡ്ജ് ഇങ്ങനെ ക്രന്ന് അടിച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ടപ്പം നിന്നുപോയതല്ല, അത് നിർമ്മിച്ചോ കട്ട് ഓഫ് ആക്കാൻ സിസ്റ്റം വെച്ചിരിക്കുക. ഫ്രിഡ്ജ് ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജിന് അപകടമാ, ഹീറ്റാവും, അത് കേടാകും. അപ്പൊ വീട്ടിലിരിക്കുന്ന കൽവിനേറ്ററിന്റെ ഫ്രിഡ്ജ് 3 മണിക്കൂർ കൂടുമ്പോൾ കട്ട് ഓഫ് ആകുന്നെങ്കിൽ എന്റെ നിങ്ങളുടെ ശരീരം ഒന്ന് കട്ട് ഓഫ് ആകണം. അതിന് തമ്പുരാൻ വെച്ചിരിക്കുന്ന പേരാ ഉറക്കം. സ്തോത്രം. അതിനാ വേദോസ്തവം പഠിപ്പിക്കുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങാനൊരു സമയമുണ്ട്. 24 മണിക്കൂർ ഉറങ്ങുമെന്നല്ല, ഒരു ടൈം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, പലർക്കും ഉറക്കമില്ല. ഹല്ലേലൂയ. തിരിഞ്ഞു കിടക്കും, മറിഞ്ഞു കിടക്കും, പിന്നെയും തിരിച്ചിരിക്കും, എഴുന്നേറ്റിരിക്കും, ഒരു കൊച്ചുപീടി വലിക്കും, ബാത്റൂമിൽ ഒന്ന് പോകും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറക്കമില്ല. ആരാ നിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയത്? രോഗമല്ല, പാപം. സ്തോത്രം. തൊട്ടതെല്ലാം പരാജയം. സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സമാധാനമില്ല, കാരണം പാപം. മാത്രമല്ല ഉറക്കമില്ല, പാപം. ഭക്ഷണം കഴിക്കും, രുചിയില്ല, പാപമാ. സ്തോത്രം. പനി പിടിച്ചാ പറയുമല്ലോ, എനിക്ക് കഴിക്കുന്നു, ചെറുപയർ കഴിക്കുന്നു, ഇറച്ചിക്കറി കഴിക്കുന്നു. അതെന്നാ ആ സഹോദരി കൈപ്പിട്ടുണ്ടാക്കിയതാണോ? അല്ല. നാക്കിനടിയിൽ നിന്നും തൊണ്ടയിൽ നിന്നും രുചി മനസ്സിലാക്കാനായിട്ട് വരുന്ന ചില പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക വിധത്തിലുള്ള ഓയിലുണ്ട്.
പ്രൈസ് ദി ലോർഡ്. അതിവിടെ ബ്ലോക്കാ, പനി പിടിച്ച് ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് അടയും, അത് ഇങ്ങോട്ട് വരത്തില്ല. അന്നേരം പറയുന്ന വായിക്ക് കൈപ്പാണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, പാപം ചെയ്താൽ അത് ബ്ലോക്കാകും, മനപ്രയാസം കൊണ്ട്. അത് ബ്ലോക്കായി കഴിഞ്ഞിട്ട് കറിക്ക് രുചിയില് എവിടെ നോക്കിയാടി കറി വെച്ചെന്ന സഹോദരനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സഹോദര, പാപമാ കാരണം. തൊട്ടതെല്ലാം പരാജയം, ഭക്ഷണത്തിന്റെ രുചിയില്ല. ഉറക്കം വരെ ഞാൻ വേഗം പറഞ്ഞു നിർത്താം. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്നേഹം കുറയും, ആരെയും വിശ്വാസമില്ല. സ്തോത്രം. സകലരെയും കുറ്റം പറയും, ഉപദേശിയേം പറയും, മാസ്റ്ററേയും പറയും, അച്ഛനെയും പറയും, നാട്ടുകാരെയും പറയും, നേതാവിനെ പറയും. ഹല്ലേലൂയ. കുറ്റം പറയാനല്ല നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ കുറ്റമില്ലാതെ ജീവിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സകലരെയും കുറ്റം പറയും. ഒടുവിൽ പറയാം ഈ പാപരോഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. അങ്ങനെ ഇരിക്കുമ്പോ എരുത്തിലെ കയറയിലോട്ടും നോക്കും, പ്ലാവയിലോട്ടും നോക്കും. സ്തോത്രം. അതാണ് ആ പാപം എന്ന രോഗത്തിന്റെ ഒടുവിലത്തെ ലക്ഷണം. ഇതിനെന്താ പരിഹാരം? സ്തോത്രം. ഈ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ലോകത്തിന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല, പാപമാണ്. ലോകത്തിന്റെ പ്രശ്നം പാപം. അത് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുന്നില്ല. നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പാപത്തിനെതിരായിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? സ്തോത്രം. വേണ്ട. ഫാർമസ്യൂട്ടിക്കൽസ് ഏതിനും മരുന്ന്. ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പടം കണ്ടു ഞാൻ. കവലയിൽ കഷണ്ടി, കംപ്ലീറ്റ് കഷണ്ടിയുള്ള ചെറുപ്പക്കാരന്റെ പടം. ഇതിനടിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനായിരുന്നു. ഇപ്പുറത്ത് പുള്ളി തന്നെ വേറൊരു പടം, ഇപ്പൊ ഞാൻ ഇങ്ങനെ മുഴുവനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണേ താഴത്തെ ഫോൺ നമ്പർ കോണ്ടാക്ട് ചെയ്യും. അതിന് വരെ മരുന്ന് കണ്ടുപിടിച്ച വൈദ്യശാസ്ത്രം പാപത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, പിടിക്കാനൊക്കത്തില്ല. കാരണം പാപം ആരംഭിച്ചത് മനുഷ്യന്റെ ഹൃദയത്തിലാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അത് പ്രവർത്തിപ്പിക്കുന്നത് മനുഷ്യന്റെ രക്തമാണെങ്കിൽ അതിന് പരിഹാരം മെഡിക്കൽ സയൻസിനൊക്കത്തില്ല. സൃഷ്ടിച്ചവൻ റിപ്പയർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിച്ചവന് മനസ്സിലായി. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. അങ്ങനെ 2000 വർഷം മുമ്പേ യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ഒഴുക്കിയ രക്തം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാൽവറി രക്തം ഒഴുക്കിയത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, പെന്തിക്കോസ്തുകാർക്ക് വേണ്ടിയിട്ടല്ല. മനുഷ്യനായി ജനിച്ച, ദൈവത്തിന്റെ രൂപത്തിലും ഭാവത്തിലും ശ്വാസത്തിലും ജനിച്ച സകല ആളുകളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ചെയ്ത മാർഗമാണ്. ആരെ ഒരു മാർഗവുമില്ല. നേർച്ച കാഴ്ച നല്ലതാ, തീർത്ഥാടനം നല്ലതാ, നോയമ്പ് നല്ലതാ, സ്വർഗത്തിൽ അതൊക്കെ പ്രതിഫലം കിട്ടും. പക്ഷേ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടണമെങ്കിൽ അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും മാറ്റി. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ച്. പാപം മാറി കിട്ടുന്ന ആളിന്റെ പേരാണ് ദൈവവൈതൽ. സ്തോത്രം. അവർക്കുണ്ട് ഒത്തിരി പ്രിവിലേജസ്. ഞാനതിപ്പോൾ ഇവിടെ പറയുന്നില്ല, നമ്മുടെ സമയം വളരെ പരിമിതമാണ്. എന്നാൽ ഏതിനും ഒരു ടൈമുണ്ട്. ഈ യോഗത്തിനൊരു സമയം ദൈവദാസനോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനോട് അവസാനിപ്പിച്ചിരിക്കും. സ്തോത്രം. ട്രെയിനിൽ കയറാനും സമയമുണ്ട്. ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ മാസത്തിൽ ഒരു അച്ചായൻ, നല്ല സാമ്പത്തിക ശേഷിയുള്ള അച്ചായൻ, ട്രെയിനിൽ കയറാൻ പോയി. വേണാടിനാ പോയത്. അപ്പൊ പുള്ളിക്ക് ഷൊർണൂർക്ക് പോകണം. പുള്ളി പറഞ്ഞു, ഞാനൊന്നും ക്യൂ നിൽക്കത്തില്ല, ഞാൻ മാന്യതയുള്ള വീട്ടിലെയാ. തലേ ദിവസം മകനെ വിട്ട് അഡ്വാൻസ് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. നാളെ ട്രെയിനിൽ പോകണമെങ്കിൽ ആ ട്രെയിൻ ഇന്ന് അഡ്വാൻസ് ടിക്കറ്റ് എടുക്കാം. മോനെ വിട്ട് അഡ്വാൻസ് ടിക്കറ്റ് എടുത്തു. 8:30-ക്കാണ് കോട്ടയം സ്റ്റേഷനിൽ ട്രെയിൻ പോകുന്നത്. പുള്ളിക്കാരൻ 7:30-ക്ക് ഇറങ്ങി കാറെ കയറി വണ്ടി വിടാൻ പറഞ്ഞു. വിട്ടു. 8:25 ആയപ്പോ സ്റ്റേഷന്റെ ഭാഗത്ത് ചെന്നു. പുള്ളി എന്നിട്ടും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഡ്രൈവർ പറഞ്ഞു, അജായ വണ്ടി സ്റ്റേഷനിൽ വന്നു, ശബ്ദം കേൾക്കുന്നു. പോടാ, ഞാൻ പോകാതെ വണ്ടി വിടൂടാ. ഡ്രൈവർ, ഇല്ല ചായ, വണ്ടി വന്നു. എടാ നിനക്കെന്നെ അറിയടാ, ഞാൻ ആരടാ, ഞാൻ വരാ, വണ്ടി പോകുവോ? അപ്പൊ പിന്നെ ഡ്രൈവറെ കണ്ടെന്നാ ചായം പോട്ടെന്ന്. പുള്ളി പതുക്കെ ബായി ഒക്കെ ഇറങ്ങി താഴോട്ട് ഇറങ്ങി ചെന്നപ്പോ ഉണ്ടല്ലോ സംഗതി ഷൊർണൂർക്ക് അങ്ങ് പോയി. ഏതാ? വേണാടെ. ഇദ്ദേഹം ഇറങ്ങിയപ്പോ നമ്മുടെ സ്റ്റാൻഡിന്റെ ഏറ്റവും അങ്ങേറ്റത്തെ ട്രെയിൻ അവസാനത്തെ ബോഗി കാണാം. പുള്ളി തിരിച്ചിങ്ങോട്ട് കയറി ഡ്രൈവറോട്, എടാ കുഞ്ഞുട്ടി, അല്ലെങ്കിൽ റെയിൽവേക്കാർ മര്യാദയുള്ള ഒരു മാന്യരുവാടാ, അവർക്ക് എന്നെ അറിയാവിടാ. അതിനാ ട്രെയിൻ കിട്ടിയില്ല. പിന്നെ അല്ലടാ, അവരെ എഴുതി കാണിച്ചു LV എന്ന്. അപ്പൊ ഡ്രൈവർ ചെയ്യുന്നതാ, അതേ ലേശം വൈകിപ്പോയെന്നാ. LV എന്ന് പറഞ്ഞാൽ ലേശം വൈകിപ്പോയെന്നല്ല, ലാസ്റ്റ് വാങ്ങണമെന്നാ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പുറയിൽ ഇല്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ലേശം വൈകിപ്പോയെന്നല്ല. ഏതിനും ഒരു സമയമുണ്ട്. മാനസാന്തരപ്പെടാൻ LV ലേശം വൈകി പോകുന്നില്ല, ലാസ്റ്റ് വാങ്ങണ ഈ മീറ്റിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതിനും ഒരു സമയമുണ്ടെന്ന് തറപ്പിച്ച് പറയട്ടെ. ഹല്ലേലൂയ. വയറ്റിപ്പഴുപ്പിന് ഇറങ്ങിയതല്ല ഞാൻ. ഹല്ലേലൂയ. 5 അക്ക ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ആളാ ഞാൻ. പുറകിലിരിക്കുന്ന ബിജു തങ്കച്ചനറിയാം, ഈ ദൈവദാസനറിയാം. 5 അക്ക ശമ്പളം മേടിച്ച ഏറ്റവും മാന്യമായ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ ജോലി ചെയ്തവൻ ഇറങ്ങി വന്നത് സ്വർഗം പറഞ്ഞു, ഇറങ്ങടാ, ഇത് നീ പറയാൻ പറഞ്ഞതുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നതാണ്.
ഏതിനും ഒരു സമയമുണ്ട്. എന്താ അടുത്ത് സംഭവിക്കാൻ പോകുന്നത്? ലോകാവസാനമല്ല, ആറ്റയുദ്ധമല്ല, അത് വരാൻ പോകുക. 2005 ഇങ്ങോട്ട് കയറി നമ്മളെ ആദ്യത്തെ 2 ആഴ്ച പോലും ആയില്ല. 2004 വിട്ടുപിരിഞ്ഞു. ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചു. ന്യൂ ഇയർ ആഘോഷിച്ച കേക്കിന്റെ അല്പമെങ്കിലും വീട്ടിലിരിപ്പുണ്ട്. സ്തോത്രം. ദൂരെയുള്ള മക്കളയച്ച ന്യൂ ഇയർ കാർഡ് വീട്ടിലിരിപ്പില്ലേ? അന്ന് കത്തിച്ച കളർ ലൈറ്റ് ഇപ്പോഴും ഓഫ് ആക്കിയിട്ടില്ല. നല്ലതാ, ആ കേക്ക് നല്ലതാ, കിട്ടിയാ ഞാനും കഴിക്കാം. എന്നാൽ 2004 ഹല്ലേലൂയ 3 മുന്നറിയിപ്പ് നൽകിയിട്ടാ കടന്നു പോയിരിക്കുന്നത്. ഒന്നാമത്തെ മുന്നറിയിപ്പ്, സ്തോത്രം, പ്രകൃതി പറഞ്ഞു, ഇനി മനുഷ്യവർഗമേ ഞങ്ങൾക്ക് നിങ്ങളെ വഹിക്കാനൊക്കത്തില്ല, ഞങ്ങളുടെ ബാലൻസ് തെറ്റിയിരിക്കുന്നു എന്ന് പ്രതിമ പറഞ്ഞു. ഒക്ടോബറിലും സെപ്റ്റംബറിലും അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഐവാനും അടിച്ചു, അല്ലെങ്കിൽ ആൻഡ്രൂയും അടിച്ചു, ആയിരക്കണക്കിന് വീടുകളൊക്കെ പോയപ്പം നമ്മൾ പടത്തി കണ്ടതേ ഉള്ളൂ, ഗൗരവപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നവംബർ ആയപ്പോൾ ഹല്ലേലൂയ ജപ്പാനിലെ അഗ്നിപർവ്വതം പൊട്ടി, അവിടെ കൊടുങ്കാറ്റടിച്ചപ്പം അന്നേരം നമ്മൾ അത്ര കാര്യമാക്കിയില്ല. ഹല്ലേലൂയ. ഓസ്ട്രേലിയയിൽ തിരതള്ളലുണ്ടായി, നമ്മൾ മൈൻഡ് ചെയ്തില്ല. എന്നാൽ ഡിസംബർ 24 ഒരു ചെറിയ കീറിയതേ ഉള്ളൂ, സുനാമി. ഇപ്പം മനസ്സിലായി കളി എന്നതാ, വരാനിരിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നസ്രാണികളുടെ സദ്യക്ക് ചോറ് വിളമ്പുന്നതിന് മുമ്പ് ഇല വെച്ചിട്ട് ആദ്യം ഉപ്പ് വിളമ്പുന്നത് പോലെ ഇത് ആദ്യത്തെ ഒരു ഡോട്ട് വെച്ചതേ ഉള്ളൂ, പുറകെ വരുന്നുണ്ട് വേറെ. ഹല്ലേലൂയ. വേറെ സുനാമി വരുന്നു. ഇന്നലെ ഒരു സഹോദരിയായിട്ട് സംസാരിച്ചപ്പം എന്നോട് പറയാ, സാറേ ഞങ്ങളുടെ വീട്ടിലെ എന്റെ വീട്ടുകാരൊരു സുനാമിയാണ്, അങ്ങനെ വരെ വേറിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഉത്തര യൂറോപ്പ് മുഴുവൻ കൊടുങ്കാറ്റിൽ തകരുകയാണ്. ഉത്തര യൂറോപ്പ് കൊടുങ്കാറ്റിൽ തകർന്ന് ആടി ഒലഞ്ഞ് കെട്ടിടങ്ങൾ കടപുഴകി വീഴുന്നു. ഓസ്ട്രേലിയയിൽ ആരംഭിച്ച തീ ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയമില്ല, അതുകൊണ്ട് ലഭിച്ച സമയത്ത് ഞാൻ പറയാൻ പോവുക. പ്രകൃതി പറയുന്ന 600 കോടി ജനമേ, ഇനി നിങ്ങളെ വഹിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളുടെ ഗ്യാരണ്ടി തീർന്നു. സ്തോത്രം. രാഷ്ട്രങ്ങൾ എന്തോ പറയുന്നു? അമേരിക്കൻ ഗവൺമെന്റ് ഹല്ലേലൂയ ഇറാഖിൽ, എനിക്ക് അതൊന്നും വിശദീകരിക്കുന്ന രാത്രി നേരമില്ല, വചനത്തിന് നിവൃത്തിയായ ഇറാഖ് യുദ്ധമെല്ലാം. പ്രൈസ് ദി ലോർഡ്. അമേരിക്കൻ ഗവൺമെന്റ് ബുഷ് ഹല്ലേലൂയ ഇറാഖെ അടിച്ച് തകർത്ത് നിരപ്പാക്കി, അഫ്ഗാനിസ്ഥാനെ നിരപ്പാക്കി വിജയം കൊണ്ടാടി. അവർക്ക് തന്നെ ഒരു തലവേദന. ആ സംഭവം ലോകത്തോടൊരു മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ പട്ടാളക്കാരിൽ മുറിവേറ്റ ആളുകൾക്ക് ഹല്ലേലൂയ ചികിത്സയില്ലാത്ത ഒരു അണുബാധ, അസിനെറ്റോബാക്ടർ ബൗമാനി എന്ന് പറയുന്ന പ്രത്യേക വിധത്തിലുള്ള ഒരു കീടമുണ്ട്. അസിനെറ്റോബാക്ടർ ബൗമാനി, അതിനെ നശിപ്പിക്കാവുന്ന ഒറ്റ ആന്റിബയോട്ടിക് ഇന്നത്തെ ലോകത്തിലില്ല. സ്തോത്രം. അസിനെറ്റോബാക്ടർ ബൗമാനി എന്നവർ കണ്ടുപിടിച്ച ആ പ്രത്യേക അണുവിനെ നശിപ്പിക്കുന്ന ഒറ്റയൊരു ആന്റിബയോട്ടിക് ലോകത്തിലില്ലെങ്കിൽ ഒടുവിലൊരു യുദ്ധം വരും. ദൈവമക്കൾ എടുക്കപ്പെട്ട ശേഷം 7 വർഷം കഴിയുമ്പോൾ 3ാമത്തെ ലോകമഹായുദ്ധം, ആറ്റം യുദ്ധം വരും. അന്നത്തെ ആളുകൾക്ക് എല്ലാം അതടിക്കും. വായിക്കാം, സക്കറിയ 14:12 വേഗം വായിച്ചേ. ഹല്ലേലൂയ. 120 അമേരിക്കൻ പട്ടാളക്കാർ അസിനെറ്റോബാക്ടർ ബൗമാനി വെളിപ്പെടുത്തി അത്ര എണ്ണം, ബാക്കി എത്ര അവർക്കറിയാം. ഈ രോഗം വിട്ട് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിന് ശേഷം 7ാമത്തെ വർഷത്തിൽ ഈ 60,000 ആറ്റമായുധത്തിന്റെ ഫ്യൂസ് സാത്താൻ ഓൺ ചെയ്യും. ഹല്ലേലൂയ. അവന്റെ രാജമുടികളിൽ 5ാമത്തെ രാജമുടി ആറ്റം ബോംബ്. വായിച്ചേ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞളിഞ്ഞു പോകും. 1945 റഷ്യയിൽ, ജപ്പാനിൽ, നാഗസാക്കിയിൽ, ഹിരോഷിമയിൽ ഇത് കണ്ടതാ. അടുത്ത വാക്യം, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവിടെ കാണുകയില്ല, 2 ദ്വാരം മാത്രം വീഴും. അടുത്ത വാക്യം, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. 2004 ഈ സംഭവം മുന്നറിയിപ്പ് തരുന്നു. ആറ്റം യുദ്ധം ഉണ്ടായാൽ മനുഷ്യൻ ഹല്ലേലൂയ റേഡിയേഷൻ ഉരുകി മാറും. 3ാമത്തെ മുന്നറിയിപ്പ്, 1ാമത്തെ മുന്നറിയിപ്പ് പ്രകൃതി നൽകി, 2ാമത്തെ മുന്നറിയിപ്പ് ലോകരാഷ്ട്രങ്ങൾ നൽകി. ആറ്റം യുദ്ധം സംഭവിച്ചാൽ ഉണ്ടാകും. 3ാമത്തെ മുന്നറിയിപ്പ് സ്വർഗത്തിലെ ദൈവം തന്റെ മക്കൾക്ക് മാത്രം നൽകുന്ന പ്രൈവറ്റ് മുന്നറിയിപ്പ്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. 2 വലിയ സംഭവങ്ങൾക്ക് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു. ഒന്നാമത്തെ ഒരു പ്രൈവറ്റ് ഡീൽ, ആരും അറിയത്തില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ യാഗമാകുവാൻ, മനുഷ്യരെ നേടുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപം മാറുവാൻ കർത്താവായ യേശു അഥവാ യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ചു എങ്കിൽ, അടുത്ത നോക്കിക്കേ, മനുഷ്യനെ നേടുവാൻ, മനുഷ്യന്റെ പാപക്കറ മാറ്റുവാൻ ദൈവം മനുഷ്യനായി.
അടുത്ത പ്രാവശ്യം നേരെ തിരിച്ച ഈ ലംഘനം ക്ഷമിച്ച് യേശുവിന്റെ രക്തത്തിൽ കൂടി പാപക്കറ മാറിക്കിട്ടിയവരെ ദൈവത്തെ പോലെയാക്കും. ദൈവമാകുകയില്ല, ദൈവത്തെ പോലെ ആകുവാൻ ഈ ശരീരത്തെ മറുരൂപപ്പെടുത്തും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുവാൻ അവനോട് സദൃശന്മാരാകും. പക്ഷേ ലോകം അതറിയത്തില്ല. അതിന്റെ ആക്ഷൻ ഈ ഭൂമിയിൽ തകരും. രണ്ടാമത്തെ സംഭവം, ഈ ലോകം ഒരൊറ്റ ഭരണാധികാരി, മനുഷ്യൻ എന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യനല്ല, സാക്ഷാൽ ലൂസിഫർ, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഇങ്ങനെ അറിയപ്പെടുന്ന ആന്റി ക്രൈസ്റ്റ് ഈ ലോകം പിടിച്ചെടുക്കും. ദൈവം ഇതിനെ ഒരു വേസ്റ്റ് ആയിട്ട് കളയും. ഈ ഭൂമി ഒരു വേസ്റ്റ് ആകും. നിങ്ങളൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്കൊരു വീടുണ്ടെന്ന് സങ്കല്പിക്കുക. 10 ലക്ഷം രൂപ നിർമ്മിച്ച് ചെലവാക്കിയ മനോഹരമായ വീട്, വീടിന്റെ പോർച്ചിനകത്തൊരു പുതിയ കാറ് 5 ലക്ഷത്തിന്റെ, മുറിക്കകത്ത് കമ്പോർഡിനകത്ത് സാരി, ഷർട്ട് ഇഷ്ടം പോലെ, ഒരു കമ്പോർഡിനകത്ത് ഇഷ്ടം പോലെ സ്വർണ്ണ ആഭരണങ്ങൾ, വേറെ വീട്ടിലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കളർ TV, ഇങ്ങനെയുള്ള വില പിടിച്ച ഇംപ്ലിമെന്റ്സ് എല്ലാം ഉണ്ട്. 45,000 രൂപയുടെ ഉത്തർപ്രദേശിൽ നിർമ്മിച്ച സെറ്റി, ഇതെല്ലാം ഉണ്ട്. ഒരു മുറിയിൽ ഒരു തുണിത്തൊട്ടിൽ ഒരു കുഞ്ഞ് മൂത്രം ഒഴിച്ച് കിടപ്പുമുണ്ട്. വീടിന് തീ പിടിച്ചു. ഏതാദ്യം എടുക്കും? സ്തോത്രം. ഏതെടുക്കും? എല്ലാരും ഒരുപോലെ പറയും കാറ് തള്ളി മാറ്റും, അല്ലേ? കാർ ഉരുട്ടി മാറ്റുമോ? ഫ്രിഡ്ജ് എടുത്ത് വെളിയിൽ കൊണ്ടുപോകുമോ? വാഷിംഗ് മെഷീൻ കൊണ്ടുപോകുമോ? അതെല്ലാം അവിടെ കിടക്കും. ആദ്യമേ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെളിച്ചാടും. കാരണം ആ വീടിന്റെ ഉടമസ്ഥർക്ക് ഏറ്റവും വിലപ്പെട്ടത് ആ കുഞ്ഞ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ 5 നക്ഷത്ര ഹോട്ടലുകളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് സുഖഭോഗ വസ്തുക്കളുണ്ട്, എത്ര നല്ല സാധനങ്ങളുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്നറിയാമോ? അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പദവിയുള്ളവരാ, വെറുതെ അല്ല. മനുഷ്യൻ പരിഹസിച്ചേക്കാം, പൂച്ഛിച്ചേക്കാം, നിന്ദിച്ചേക്കാം, വിമർശിച്ചേക്കാം. അത് ഓർത്തോ, നിനക്കൊരു കിരീടമാ, നിനക്കൊരു സ്റ്റാറാ. അവിടെ ചെല്ലുമ്പോൾ കേട്ട പഴി, നിന്ന, പരിഹാസം, ഇതെല്ലാം അവിടെ ഒരു പ്രതിഫലമായിട്ട് മാറുന്ന ദിവസമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരാന്നറിയാമോ വിലപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടു. ഭൂമി എന്ന് പറഞ്ഞു ഒരിക്കൽ സാത്താൻ സ്വർഗത്തിൽ ചെന്നു. നീ എവിടുന്നാടാ വരുന്നേ? പറഞ്ഞറിയോ? ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പെർമിഷൻ ഇല്ല, പൊക്കോണം വന്നോണം. ഭൂമി എന്ന് ചോദിച്ച ഉടനെ സ്തോത്രം, ദൈവം നമ്പരാണ് ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, എന്റെ ദാസനായ യോബിന്റെ മേൽ. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ആരെങ്കിലും ഒരാള് ദുബൈയിലുണ്ടെന്ന് വിചാരിച്ചോ? ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ മക്കളോ ദുബൈയിലുണ്ട്. ആ ദുബൈയിൽ നിന്ന് ഒരാളിവിടെ വരുന്നു. നിങ്ങൾ ചോദിക്കും എവിടെ നിന്ന് വരിക? അത് ഞാൻ ദുബൈയിൽ നിന്ന് വരിക. ആ, ഷെയ്ക്കിന് സുഖമാണോ എന്നാണോ ചോദിക്കുന്നത്? അല്ല, ഞങ്ങളുടെ അച്ചായനെ, ഞങ്ങളുടെ അമ്മാമേ, എന്റെ വെങ്കൊച്ചിനെ, എന്റെ ആങ്ങളെ കണ്ടോ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, സാത്താൻ ലോകത്തിൽ ഊടാടിയിട്ട് ഈ സ്ഥലത്തിന് വരണ കറവൂരിന്ന് അങ്ങോട്ട് ചെല്ലുക. നീ എവിടുന്ന് വരിക? കറവിന്ന് വരിക, കറവൂരിന്ന് വരിക. ഉടനെ ദൈവം വരാൻ ഇവിടുത്തെ വേറെ ആരുടെയും പേര് ചോദിക്കത്തില്ല. ഇവിടെ റബ്ബറിന് വിലയുണ്ടാ? അതൊന്നുമല്ല ചോദിക്കുന്നത്. എന്റെ ദാസൻ, എന്റെ ദാസി. കാരണം സ്വർഗത്തിലെ ദൈവത്തിന് വിലപ്പെട്ടത് അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാ. അവരെ ചേർക്കും. അവരെ ചേർത്ത് കഴിയുമ്പോൾ ഈ ലോകം ഒരു വേസ്റ്റ് ആകും. ആ വേസ്റ്റ് എടുക്കാൻ സാത്താൻ വരുന്നു. ദൈവമക്കൾ ഹല്ലേലൂയ, ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവിന്റെ വരവിന് ഒറ്റയടയാളം മാത്രം. അതൊരു പ്രൈവറ്റ് ഡീല. അതിന്റെ ആക്ഷൻ ഭൂമിയിൽ സംഭവിക്കുമെന്നേ ഉള്ളൂ. അതിനൊരൊറ്റ അടയാളം മാത്രമേ ഉള്ളൂ. കാരണം അത് ലോകമറിയണ്ട, രാഷ്ട്രമറിയണ്ട, നേതാക്കന്മാരറിയണ്ട, ആരും അറിയണ്ട. ദൈവവും അവന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട ദൈവമക്കളും മാത്രം അതൊരു സംഭവമാണ്. അതിനൊരടയാളമുണ്ട്. വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 2:17 വേഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. യഥാർത്ഥത്തിൽ ഇങ്ങനല്ല എഴുതിയിരുന്നത്. യോവേൽ പ്രവാചകൻ എഴുതി 2:22 ഇതിന്റെ ശേഷമോ ആത്മാവിന്റെ ശക്തി ലഭിച്ചപ്പോ പത്രോസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു, പരിഭാഷപ്പെടുത്തി എഴുതി, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും
അന്ത്യകാലത്തെ ആത്മപകർച്ച കർത്താവിന്റെ വരവിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. പക്ഷേ അതിനകത്തൊരു ശകലം മായം സാത്താൻ കളർത്തുന്നു. അന്ത്യകാലത്തെ ആത്മപകർച്ച നിങ്ങൾ നോക്കിക്കേ. 60 വർഷം മുമ്പ് എവിടെയാ ഹല്ലേലൂയ കേൾക്കുന്നത്? 60 വർഷം മുമ്പ് എവിടെ പ്രൈസ് ദി ലോർഡ് കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും ഗ്രാമത്തിൽ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്, അവനെ ഞോണ്ടും. സ്തോത്രം. 60 വർഷം മുമ്പ് എവിടെയാ അന്യഭാഷ കേട്ടിരിക്കുന്നേ? ഉറക്കെ പറഞ്ഞ അടികൊള്ളും. സ്തോത്രം. ഇന്നോ സഭ വ്യത്യാസമുണ്ടോ? മതവ്യത്യാസമുണ്ടോ? കടുക് പൊട്ടിക്കുന്ന പോലെ അന്യഭാഷയും പ്രൈസ് ദി ലോർഡും ഗ്ലോറി ഹല്ലേലൂയയും പറയുന്നില്ലേ? ക്രൈസ്തവ സഭകൾ തന്നെ അന്യഭാഷയും ഹല്ലേലൂയയും പറയുന്നവരെ മുടക്കിയ ക്രൈസ്തവ സഭകൾ ടി വി കൂടെ ഇന്നത് പറയുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്താണ് കാരണം? ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ദൈവത്തിന് എല്ലാവരെയും വേണം. അതിന് ക്രൈസ്തവനൊന്നും അക്രൈസ്തവനൊന്നും വ്യത്യാസമില്ല. പെന്തിക്കോസ്കാരനൊന്നും അല്ലാത്തവനൊന്നും വ്യത്യാസമില്ല. സ്വർഗത്തിലെ ദൈവം ആത്മാവിന്റെ മഴ പെയ്യുകയാണ്. പക്ഷേ അവിടെ സാത്താൻ ഒരു കളി നടത്തി നോക്കുന്നുണ്ട്. അത് കിട്ടിയോണ്ട് സ്വർഗത്തിൽ പോന്ന് വിചാരിക്കരുത്. അത് ദൈവം തമ്പുരാൻ മനുഷ്യന്റെ മനസാക്ഷിയെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. ഞാനിന്ന് ഇപ്പോൾ വരുന്നതിനും ഒരു അച്ചാന്റെ വീട്ടിൽ പോയി 3 മിനിറ്റ് കൊണ്ട് ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ വീട്ടുപേരൊന്നും എനിക്കറിയാമല്ലോ. ജസ്റ്റ് അവിടുത്തെ ഒരു അമ്മച്ചിയെ ഒരു സഹോദരിയെ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ. അവിടുത്തെ അച്ചായനോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉദാഹരണം പറയാം. ആ വീട്ടിൽ ഇന്ന് ഒരു കോഴിയെ കൊന്നേ കുക്കറിനകത്തിട്ടെ അടുപ്പത്ത് വെച്ചേ മസാല ഇട്ടേ കോഴിക്കറി വെക്കുക. 3 സ്റ്റീം കേൾക്കുമ്പം അയൽവക്കത്തെ വീട്ടുകാർ പറയും, അവിടെ കോഴിക്കറി വെക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷെ മണം കേട്ടോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കഴിക്കണം ഇവിടെ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് തന്നെയാ പരിശുദ്ധാത്മാവിന്റെ പകർച്ച എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം ഒരു ടോക്കൺ തന്നിരിക്കുക, ഒരടയാളം തന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടായില്ല തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കോട്ടയത്തിന് റിസർവേഷൻ കയറി കൂപ്പൺ എടുത്ത് 2 രൂപ കൊടുത്ത് രാത്രി 10 മണിക്കാ കൂപ്പൺ 2 രൂപ കൊടുത്ത് കൂപ്പൺ എടുത്ത് കയറി വണ്ടിയെ കയറിയിരുന്നു. പുള്ളി ടിക്കറ്റ് എടുത്തില്ല. കൊട്ടാരക്കരയിലായപ്പോ കയറി പിടിച്ചു. ഞാൻ എടുത്തതെന്ന് കാണിക്കാൻ പറഞ്ഞു. 2 രൂപ കൂപ്പൺ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. എടാ മനുഷ്യ, ഇതിനകത്ത് കയറാനുള്ളതാ. ഹല്ലേലൂയ. നിനക്ക് കാശ് കൊടുത്താലേ പോകാനൊക്കത്തുള്ളൂ. ആത്മാവിന്റെ പകർച്ച എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്ക് വരാനുള്ളതാ. വന്ന ശേഷം അവൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ശരീരം അടക്കാൻ പോയ പ്രൊഫസറോട് പറഞ്ഞു, നീ എന്റെ ശരീരം അടക്കും. നീ എന്റെ ശരീരം 48 കിലോ വെയിറ്റ് ഉള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലെ ആക്കി കൊണ്ടുവെക്കും. നീ മിടുക്കൻ ആ കാര്യത്തിൽ. പക്ഷെ നീ സ്വർഗത്തിൽ വരണേ വീണ്ടും ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ സ്വർഗത്തിൽ വരണമെങ്കിൽ വീണ്ടും ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ഹല്ലേലൂയ. വീണ്ടും ജനിച്ച ഉദാശിയുടെ മകൻ വീണ്ടും ജനിച്ചില്ല, അവൻ പോകത്തില്ല. ഞാൻ വീണ്ടും ജനിച്ചവൻ എന്റെ മകൻ വീണ്ടും ജനിച്ചില്ല, അവനും പോകത്തില്ല. ജഡത്താൽ ജനിച്ച് ജഡമാകുന്നു. ആത്മാവിനാൽ ജനിക്കണം. പഴയതിനെ കളഞ്ഞ്, പഴയ സ്വഭാവം കളഞ്ഞ്, പഴയ ചിന്തകളെ കളഞ്ഞ്, പഴയ അന്ധവിശ്വാസങ്ങളെ കളഞ്ഞ്, പഴയ അനാചാരങ്ങളെ കളഞ്ഞ്, പഴയ അഹങ്കാരത്തെ കളഞ്ഞ് ഒരു ശിശുവിനെ പോലെയായി വരുമ്പോൾ നിന്റെ പേർ സ്വർഗത്തിൽ. ഞാനോട് ഉപദേശം പ്രസംഗിക്കാൻ വന്നതല്ല, എങ്കിലും അങ്ങ് പറയുകയാണ്, വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. പാപത്തിൽ നിന്നും മാറണം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധന കണ്ടാ പോരാ, വചനമാ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഹല്ലേലൂയ, പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല സ്നാനം. സ്തോത്രം. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു കാര്യം നോക്കിക്കേ. പിതാവേ, പുത്രൻ, പരിശുദ്ധ റൂഹ ത്രിത്വം. എല്ലാ ക്രൈസ്തവ സഭകളും വിശ്വസിക്കുന്ന ഏറ്റവും വലിയ മർമ്മമാണ് ത്രിത്വം. പിതാവേ, പുത്രൻ, പരിശുദ്ധ റൂഹ. ഈ ത്രിത്വം ഭൂമി വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? യേശുവിന്റെ ശരീരത്തിൽ കൂടി വേർപ്പ് രക്തമായി ത്രിത്വം ഇറങ്ങി വന്നില്ല. കാൽവരി ക്രൂശിൽ കിടന്ന ഒരൊറ്റ പ്രാവശ്യമേ യേശു എന്റെ ദൈവമേ എന്ന് വിളിച്ചുള്ളൂ. അതുവരെ പിതാവേ എന്നാ വിളിച്ചത്. വേദന സഹിക്കാൻ മേലാൽ ആകമാന മനുഷ്യജാതിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് എന്റെ ദൈവമേ എന്നെ നീ കൈവിട്ടതെന്ന് ചോദിച്ചപ്പോ മോനെ എന്നും പറഞ്ഞ് ദൈവം വന്നില്ല. യേശു മരിച്ചു, ദൈവം വന്നില്ല. പരിശുദ്ധാത്മാവ് വന്നില്ല, പിതാവ് വന്നില്ല. യേശുവിന്റെ ശവമടക്കി, പിതാവ് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ടെമ്പിൾ ഗാർഡ്സിനെ ഉറക്കിക്കൊണ്ട് ദൂതം വന്ന് കല്ലുരുട്ടി മാറ്റി അവൻ ഉയർത്തെഴുന്നേറ്റു. പിതാവ് ഇറങ്ങി വന്നില്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നില്ല. ഹല്ലേലൂയ. ഒലിവ് മലയിൽ വെച്ച് പരസ്യമായി സ്വർഗ്ഗാരോഹണം ചെയ്തു. പിതാവ് വന്നില്ല, പരിശുദ്ധാത്മാവ് വന്നില്ല. എന്നാൽ ആ ചെറിയ നദി യോർദാൻ, അവിടെ യേശു സ്നാനപ്പെടാൻ ഇറങ്ങി, പുത്രൻ ഇറങ്ങി, പിതാവ് ഇറങ്ങി വന്നു. പിതാവ്
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാൻ പ്രാവെന്ന പോലെ വന്നു. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഭൂമിയിൽ ഒറ്റ പ്രാവശ്യം സമ്മേളിച്ച സമ്മേളനം എന്തിനോ അതിനെ മാറ്റുവാൻ മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിക്കും അവകാശമില്ല. പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ അവരോട് ചെയ്യുക, കണക്ക് ബോധിപ്പിക്കേണ്ട ദൈവത്തോടെ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ബാക്കി അടയാളങ്ങൾ മുഴുവൻ എതിർ ക്രിസ്തു ഭൂമിയെ ഭരിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയുടെ അനുകൂല ഘടകങ്ങൾ എടുത്ത് കളയുമെന്നല്ല, കളഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ പൂർണ്ണമായിട്ട് മാറാത്തെന്ന് ബൈബിളിൽ വാക്യമുണ്ട്. ഹല്ലേലൂയ. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ മത്തായി 24:22 ഒന്ന് വായിച്ചേ. മത്തായി 24:22 വായിക്കാം. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വാക്യം, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ വൃതന്മാർ നിമിത്തം ചുരുങ്ങിയിരിക്കുന്നെങ്കിൽ ഭൂമിയുടെ അനുകൂല ഘടകങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഇവിടെ വായിക്കുവാൻ കേൾപ്പിച്ചത്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യമുണ്ടാകും. അടുത്തത്, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ദൈവമക്കൾക്കല്ല ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചുകൊണ്ട് മനുഷ്യർ നിർജീവരാകും. വീണ്ടും പറയുന്നു, ഭൂമി കുലുക്കം അവിടെ ഉണ്ടാകും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു. തീരെ കുറഞ്ഞ 2 മണിക്കൂർ വേണമെങ്കിൽ ഞാൻ വെറും ചെറിയ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന് വായിച്ചേ, 21-25 വേഗം വായിച്ചേ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. സയൻസ് എന്ത് പറയുന്നു? എന്തുവായി? സൂര്യൻ ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ 1 സെക്കൻഡിൽ 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിൽ 60 കോടി ടൺ ഹൈഡ്രജൻ ഹീലിയമായി കത്തി മാറുന്ന ഒരു ആണവ നിലയമാ സൂര്യൻ. ആ സൂര്യനിൽ നിന്നും വരുന്ന വെയിൽ ചൂടാണ് ഭൂമിക്ക് നിദാനം. ഭൂമിയിൽ നിന്നും 15 കോടി 14 കോടി സംതിങ് ഉണ്ട്. 15 കോടി കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ ഹൈഡ്രജൻ കത്തുന്നു. ഇനിയും 500 കോടി വർഷം കത്താൻ, പ്ലീസ്, 500 കോടി വർഷം കത്താനുള്ള ഇന്ധനം അവിടെ ഉണ്ട്. പിന്നെ എന്താ കുഴപ്പം? അതാ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. അതേ സയൻസ് പറയുന്നു, നമ്മൾ ഈ രാവിലെ കാണുന്ന പുള്ളി ഉണ്ടല്ലോ സൂര്യൻ, അതൊരു ബലൂൺ പോലെ വികസിക്കുന്നു. ആധുനിക സയൻസ് അടിവരയിട്ട് പറയുന്നത് കേൾക്കുക. അവർ വേറൊരു പരിപാടി കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ഓർത്ത് സങ്കടപ്പെടുന്നു, അഭിനന്ദിക്കുന്നു. അവരൊരു പുതിയ പരിപാടി, ആ പരിപാടി കൂടെ പറഞ്ഞേക്കാം. ആധുനിക സയൻസ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന പ്ലാൻ ആൽഫ സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളത്തിൽ ഒറ്റ മനുഷ്യന് ചൊവ്വേ താമസിക്കാൻ ഒക്കത്തില്ലെന്ന് തെളിഞ്ഞു. എല്ലാം മാറാൻ പോവുക. ചൂടും തണുപ്പും വെയിലും എല്ലാം, വെള്ളവും വെളിച്ചവും വായുവും എല്ലാം മാറാൻ പോകുന്നതിനാൽ ഈ മനുഷ്യവർഗത്തിന് ഭൂമിയിൽ താമസിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഗോളം കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനിട്ടിരിക്കുന്ന പേരാണ്, പ്രോജക്റ്റ് ആണ് ആൽഫ സെഞ്ച്വറി. അത് ജയിക്കുമോ വിജയിക്കുമോ എന്നുള്ളതല്ല. മെഡിക്കൽ സയൻസിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കൊണ്ടുപോയാൽ മിക്കവാറും മരിക്കാറായി കഴിഞ്ഞാൽ, ഇവിടുത്തെ എനിക്കറിയാൻ മേല, ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ആള് മരിച്ചു എന്ന് പറഞ്ഞാലും മെഡിക്കൽ സയൻസ് ഡോക്ടേഴ്സ് പറയത്തില്ല മരിക്കുകയാണ്. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, അച്ചായനെ വെന്റിലേറ്റർ കയറ്റിയേക്കാം. വെന്റിലേറ്റർ കയറ്റിട്ട് പിന്നെ ഇറങ്ങിങ്ങോട്ട് വന്ന ആളുകളെ കണ്ടിട്ടില്ല. ആ വെന്റിലേറ്റർ സ്ഥിരം വെന്റിലേറ്റർ പിന്നെ മൊബൈൽ മോർച്ചറിലോട്ട് മാറ്റത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ഏതാനും ദിവസങ്ങളിലും വെന്റിലേറ്ററിൽ. ഇതുപോലെ സയൻസ് പറയുന്ന പ്രോജക്റ്റ് ആണ് ആൽഫ സെഞ്ച്വറി. ആൽഫ 1 സെഞ്ച്വറി നൂറ്റാണ്ട്, വേറെ ഒരു നൂറ്റാണ്ട് ഏതെങ്കിലും ഗോളത്തിൽ കണ്ടുപിടിച്ച് 600 കോടി ജനത്തെ മാറ്റണമെന്ന് അവർ പറയുന്നത്. അത് നടക്കുവോ നടക്കത്തില്ലോ നമുക്കറിയാൻ മേല. എന്നാൽ തമ്പുരാൻ വേറൊരു സെഞ്ച്വറി കണ്ടുവച്ചിട്ടുണ്ട്, അത് നടക്കാൻ പോവുകയാണ്. ആ സെഞ്ച്വറിയുടെ പേരാണ് ഉൽപ്രാവണനം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ഇവിടെ ഇരിക്കുന്ന 57കാരന്റെ തലമുറയിൽ കർത്താവിന്റെ വരവാ. കാരണം ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, അത്തിയെ നോക്കി രൂപമൊടിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇലകളർക്കുമ്പോൾ വേനലെടുത്തു. ഇത് സംഭവിക്കുമ്പോൾ തലമുറ മാറിപ്പോകത്തില്ല. ഇസ്രായേലാകുന്ന അത്തി 1948 മെയ് മാസം 14-ാം തീയതിയാണ് തളർത്തതെങ്കിൽ, അന്നൊരു സ്ത്രീ പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് 57 വയസ്സുണ്ടെങ്കിൽ 57കാരൻ മരണം വഴിയായി മാറുന്നതിന് മുൻപേ എന്റെ പ്രിയൻ വന്നെ മക്കളെ ചേർക്കും. ഇല്ലെങ്കിൽ തിരുവചനം തെറ്റെന്ന് വരും. നോക്കാം സൂര്യന്റെ സ്ഥിതി.
സൂര്യൻ ബലൂൺ പോലെ വികസിക്കുന്നു. എല്ലാ വാനശാസ്ത്രജ്ഞന്മാരും ഒരുപോലെ പറയുന്നു, സൺ ഈസ് എക്സ്പാൻഡിങ് ലൈക്ക് എ ബലൂൺ. മാത്രമല്ല, ഇതിനേക്കാൾ വലിയ സൂര്യന്മാർ ചത്തുപോയ ശവം കിടപ്പുണ്ട് അന്തരീക്ഷത്തിൽ. സൂര്യൻ ചത്തു തീർന്നു കഴിഞ്ഞാൽ ഒരു ശവമായിട്ട് മാറും. സൂര്യന്റെ ശവശരീരത്തിന്റെ പേരാണ് ബ്ലാക്ക് സ്വാഡ്, കറുത്ത കുള്ളൻ. മലയാളം. നിരവധി ശവശരീരം അന്തരീക്ഷ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ഈ സൂര്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സൂര്യൻ ബലൂൺ പോലെ വികസിക്കുന്നു. തോമസ് മാമ മണ്ടത്തരം പറയുന്നില്ല, സയൻസിന്റെ തെളിവാണ് പറയുന്നത്. ഒടുവിൽ കേട്ടുകൊള്ളുക, ഇത് ബലൂൺ പോലെ വികസിച്ചാൽ ഒടുവിൽ എന്തോ സംഭവിക്കും നമുക്കറിയാം, പൊട്ടിച്ചെതറും. ഈ സൂര്യൻ പൊട്ടിച്ചെതറും. ശാസ്ത്രജ്ഞന്മാർക്ക് ഏറ്റവും ഭയമുള്ള 3 അക്ഷരമുണ്ട്, CME. ഇത് കേട്ടാൽ സയൻസ് ഭയപ്പെടും. CME എന്ന് പറഞ്ഞാൽ ചാക്കോമത്തായി ഇലഞ്ഞുമുട്ടൽ എന്നല്ല, കൊറോണൽ മാസ് ഇജക്ഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ സൂര്യന്റെ അന്ത്യശ്വാസം. സ്തോത്രം. ഒരു പ്രായമുള്ള അച്ചായനം വെച്ച് സ്വാഭാവികമായി മരിക്കാറായി കിടക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഒറ്റ മരണമല്ല, നീട്ടി ശ്വാസം വലിക്കും. അത് കഴിയുമ്പോൾ വാ പൊളിക്കുന്ന ചാകാനല്ല, പലരെ ഓർക്ക് ചാകാനല്ല, വാ പൊളിക്കുന്ന മൂക്കിൽ കൂടെ ഓക്സിജൻ കയറാനുള്ള കണ്ടീഷൻ ഇല്ലാതെ വരുമ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് വാ തുറന്നു കൊടുക്കുന്നതാ. അങ്ങനെയായി വാ പൊളിക്കുന്നവർ ആരും വാ അടച്ചു പിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂക്കിൽ കൂടെ ഓക്സിജൻ കയറാത്തക്കവണ്ണമുള്ള എക്സ്പാൻഷൻ ലങ്സിൽ ഇല്ലാതെ വരുമ്പോൾ ദൈവത്തിന്റെ പ്രകൃതിയുടെ നിയമമാണ് വാ പൊളിയും. നമ്മളെ ഹല്ലേലൂയ വായിക്കൂടെ ശ്വാസം വലിക്കും. അങ്ങനെ വലിച്ചൊരു 3-4 ദിവസം കിടന്നിട്ട് ഒരു വലിയോടെ തീരും. ഇതുപോലെ സൂര്യന്റെ അന്ത്യശ്വാസത്തിന്റെ പേരാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. അത് സംഭവിക്കുന്നതിനാലാണ് ഈ ഭൂമിക്ക് ചൂട് കൂടുന്നതിന്റെ 2 കാര്യങ്ങളിൽ ഒന്ന് സൂര്യന്റെ പീരങ്കി വെടി, സൂര്യന്റെ അന്ത്യശ്വാസം ഭൂമിയുടെ നേരെ പാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സൂര്യൻ ചത്തു തീരുമെന്ന് ഹല്ലേലൂയ സയൻസ് പറയുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണെന്ന് വെളിപാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. വേഗം വായിക്കാം. വെളിപാട് പുസ്തകം 6:12. വെളിപ്പാട് 6:12. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവായ കുഞ്ഞാടെ ദൈവസഭ എടുക്കപ്പെട്ട ശേഷം കറക്റ്റ് 4 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ മഹോപദ്രവം നടക്കും. 4-ാമത്തെ വർഷത്തിൽ സ്വർഗത്തിലെ ആദ്യത്തെ ആക്ഷൻ അടിക്കാൻ പോവുക. കുഞ്ഞാട് 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അടുത്ത വാക്യം, വലിയൊരു ഭൂകമ്പമുണ്ടായി. വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ ഉദിക്കും, കറുത്തിരിക്കും. സയൻസ് കണ്ടുപിടിച്ചു. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. നല്ല മഴക്കാറുണ്ട്, സൂര്യപ്രകാശം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു, സോഡിയം എന്ന് പറയുന്ന ആറ്റത്തെ വിഘടിപ്പിച്ച് അന്തരീക്ഷത്തിൽ നിരത്തിയാൽ പ്രകാശം ഭൂമിയിൽ വരത്തില്ല. സോഡിയത്തിന്റെ ആറ്റം വിഘടിച്ച് അന്തരീക്ഷത്തിൽ നിരത്തിയാൽ 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഭൂമിയിൽ വരത്തില്ല. അതിന്റെ തെളിവാണ് മഴക്കാർ സൂര്യനെ മൂടുന്നെങ്കിൽ സോഡിയം ആറ്റം അന്തരീക്ഷത്തിൽ നിർത്തിയാൽ പ്രൈസ് ദി ലോർഡ് സൂര്യപ്രകാശം ഭൂമിയിൽ വരത്തില്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ നിർമ്മിച്ചവനായ ദൈവം പുത്രനായ ക്രിസ്തു സ്വർഗത്തിൽ നിന്നും 6-ാമത്തെ റിമോട്ട് അടിക്കുമ്പോൾ ആകാശത്തിന്റെ 2-ാമത്തെ തട്ടിലുള്ളതായ സോഡിയം മുഴുവൻ വിഘടിച്ച് അന്തരീക്ഷത്തിൽ നിറക്കുമ്പോൾ സൂര്യൻ ഇരുണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം. മത്തായി 24:29 വായിച്ചേ. ആ കാലത്തിലെ മത്തായി 24:29. ആരെങ്കിലും എടുത്തൊരു വായിച്ചു സൗകര്യമാർഗം വായിക്കാം. നിങ്ങളുടെ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. ഇനി നിങ്ങൾ വേഗം വെളിപാട് 6:11 വരണം. സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യമുണ്ടാകുമെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തെ പറഞ്ഞെങ്കിൽ സൂര്യനിൽ സംഭവിച്ചിരിക്കുന്ന 1-ാമത്തെ ലക്ഷ്യം, സൂര്യന്റെ ചൈതന്യം 1 സെക്കൻഡിൽ 40 ലക്ഷം ടൺ കുറയുന്നു. സൂര്യൻ ബലൂൺ പോലെ വികസിക്കുന്നു. സൂര്യൻ പൊട്ടിച്ചെതറും. അതിന് ബ്ലാക്ക് ഡ്വാർഫ് എന്ന് പേര് പറയുന്നു. ഇന്നത് സംഭവിക്കത്തില്ല, നാളെ അത് സംഭവിക്കത്തില്ല. അതിന്റെ അടയാളമായി കൊറോണൽ മാസ് ഇജക്ഷൻ നടക്കുന്നു. സൂര്യന്റെ അന്ത്യശ്വാസം പോലെ സൂര്യന്റെ ഫ്ലെയിമിംഗ് ഔട്ട് അടിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ അത് സംഭവിക്കത്തില്ല. കാരണം മൃതന്മാർ നിമിത്തം ചുരുക്കി വെച്ചിരിക്കുന്നു. തന്റെ മക്കൾ ലോകത്തിൽ എടുക്കപ്പെട്ട ശേഷം 4 വർഷം കഴിയുമ്പോൾ ദൈവത്തിന്റെ കോപത്താൽ സൂര്യൻ മാറിപ്പോകും. അടുത്തത് ചന്ദ്രൻ രക്തതുല്യമാകും. ചന്ദ്രനെ കൊണ്ടെന്താ ഗുണം? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ക്ലാസ് ചോദിച്ചപ്പോൾ ഒരു കൊച്ചൻ പറഞ്ഞു, ടോർച്ച് ഇല്ലാതെ രാത്രി നടക്കാന്ന് പറഞ്ഞു. നിലാവട്ടം. അതൊന്നും അല്ല ചന്ദ്രന്റെ ഗുണം. ദൈവത്തിന്റെ സ്നേഹം. 23 ഡിഗ്രി ചെരിവിൽ സങ്കല്പ അച്ചുതണ്ടിൽ
ഭൂമി കറങ്ങുന്നെന്ന് നമ്മൾ പഠിച്ച് ഏതാ അച്ചുതണ്ടേ ഈ ഭൂമി താഴെ വീഴാൻ തയ്യാറാ. Praise the Lord. ഒരു പ്ലാവ് തെങ്ങ് ചായാൻ തുടങ്ങുമ്പോൾ വലിച്ചു കെട്ടുന്നത് പോലെ എന്റെ ദൈവം, നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം, സർവശക്തനായ ദൈവം ഭൂമിയെ വലിച്ചു കെട്ടിയിരിക്കുന്നത് ചന്ദ്രനിലോട്ടാ. Praise the Lord. ചന്ദ്രനാണ് ഈ ഭൂമിയെ 23 ഡിഗ്രി ചെരിവിൽ നിർത്തിയിരിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ വലിക്കുന്നത് കൊണ്ടാണ്, ഭൂമിക്ക് 23 ഡിഗ്രി ചെരിവുള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ മഴയും വെയിലും റബ്ബർ വെട്ടുന്നതും കുരുമുളക് കൃഷി ചെയ്യുന്നതും കപ്പ ഇടുന്നതും ചേമ്പ് പറിക്കുന്നതും നമ്മൾ അറിയുന്നില്ല. ഈ ഭൂമി 23 ഡിഗ്രി ഇങ്ങനെ നിൽക്കുന്നുണ്ടാ. എന്താ ചന്ദ്രൻ അമേരിക്കക്കാരൻ പോയി വാഴ കൃഷി ചെയ്യാൻ എന്താ? പ്രൈസ് ദി ലോർഡ്. അവിടെ എന്നെ കപ്പ ഇടാൻ പരിപാടി അവിടെ നടക്കത്തില്ല. ഭൂമി മാത്രം 23 ഡിഗ്രി ചെരിവിൽ എന്റെ ദൈവം, നമ്മുടെ ദൈവം ചന്ദ്രനോട് പറഞ്ഞ് വലിച്ചു നിർത്തല എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നു. എന്നാൽ സൂര്യന്റെ പ്രഭ പോകുമ്പോൾ, ചന്ദ്രൻ തുല്യമാകുമ്പോൾ, ഈ ഭൂമിയുടെ ചെരിവ് മാറിക്കഴിയുമ്പോൾ സകല സിസ്റ്റവും മാറും. രണ്ട്, ദൈവത്തിന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒക്കെ ക്ലീനേഴ്സിനെ ഉണ്ട്. ഈ ഭൂമി ക്ലീൻ ചെയ്യുന്ന ആരാന്നറിയാമോ? ഈ ഭൂമി ക്ലീൻ ചെയ്തത് സുനാമി അടിക്കുന്ന സമുദ്രമാ. എങ്ങനെയാ ക്ലീനിങ് എന്നറിയാമോ? എങ്ങനെ ഇവിടെ റബ്ബർ ഉണ്ടാകുന്നു, എങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളുകാർക്ക് നമ്മൾ 46% യൂറിയ 8 രൂപ കിലോയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ ഗുണമുണ്ട്, അതുകൊണ്ടൊന്നും അല്ല. ഹല്ലേലൂയ. സൂര്യൻ പതുക്കെ സമുദ്രത്തോട് പറയും, 36 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സമുദ്രം, 15 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കര. ഈ 36 കോടി ചതുരശ്ര കിലോമീറ്റർ ഉള്ള സമുദ്രം സൂര്യൻ പറയും ഇവിടെ കേരള എന്ന് പറയും. അതിന് നമ്മുടെ ഭാഷ പറയും, മലയാളി പറയും വേലിയേറ്റം. അത് ഇങ്ങോട്ട് കയറി സമുദ്രത്തിലോട്ട്, സമുദ്രത്തിൽ നിന്നും കരയിലോട്ട് കയറുമ്പം അതിനകത്തെ ലവണങ്ങളെ മണ്ണിനകത്ത് അലിഞ്ഞിട്ട് അത് അടിയിൽ കൂടെ പെനട്രേറ്റ് ചെയ്തിട്ട് പത്തനാപുരത്തും അലിമുക്കിലും കോട്ടയത്തും കാരിയൂരിലും വരുമ്പോ കൃഷി നടക്കുന്നു. ഹല്ലേലൂയ. ചന്ദ്രന്റെ ആക്ഷൻ തീരുമ്പോൾ ഇതെവിടെ തീരും? പിന്നെ നാട്ടതെല്ലാം ഉണങ്ങും. സെയിം വേലിയിറക്കം, ചന്ദ്രൻ പിടിച്ചിറക്കുക. എന്തുവാ ചെയ്യുന്നത് അറിയാമോ? ഭൂമിയിലെ അവശിഷ്ടങ്ങൾ, ലവണങ്ങൾ, വിഷം എല്ലാം ഇവിടുന്ന് ഭൂമിയുടെ അടിയിൽ കൂടെ വലിച്ചു കടലിന്റെ തീർത്തുകൊണ്ട് വെച്ചിട്ട് ഹല്ലേലൂയ സമുദ്രം അതിനെ വലിച്ചെടുത്ത് ആഴക്കടലിൽ കൊണ്ടുപോയി സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പ് സമുദ്രത്തിൽ കലക്കിയിരിക്കുന്ന ആരാ? ഏതടുക്കളല്ല ഉപ്പില്ലാത്തത് വീട്ടിലെ? ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കൃപ നോക്കിക്കേ. സോഡിയം ക്ലോറൈഡ് സമുദ്രജലം, ആ സോഡിയം ക്ലോറൈഡിനകത്തോട്ട് ഈ ഭൂമിയിലെ വേസ്റ്റ് എല്ലാം ചേരുമ്പോൾ അതിനെ നിർവീര്യമാക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കോപം വരുമ്പോൾ, ദൈവമക്കൾ മാറിക്കഴിയുമ്പോൾ വേലിയേറ്റവും വേലിയിറക്കവും കാണത്തില്ല. കൃഷി ഇവിടെ പരാജയപ്പെടും, ഇവിടെ ക്ലീനിങ് നടക്കത്തില്ല. സൂര്യനിലും വായിച്ച ദേവദാസനെ, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, അല്ല ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ലൂക്കോസ് 21:25. ലൂക്കോസ് 21:25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. വാക്യങ്ങളുണ്ടോ? ലക്ഷ്യങ്ങൾ. അടുത്ത വാക്യം, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. നമുക്ക് പിന്നെ ചിന്തിക്കാം. അടുത്തത് വായിച്ചാ മോളെ. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ മതി. സ്തോത്രം. ആകാശം 4 തട്ട. നമ്മൾ ആകാശം എന്ന് പറയും. ശാസ്ത്രം പഠിച്ചവർക്കറിയാം 4 തട്ട്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിൽ അടിയിലത്തെ 3 തട്ടുകളും ഗ്യാസ്, വാതകങ്ങൾ. 4ാമത്തെ തട്ട് എന്റെ സ്വന്തം ഭാഷ പറഞ്ഞ ദൈവം തമ്പുരാന്റെ വീഡിയോ ക്യാമറ. ഈ സഹോദരൻ എടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രം, അദ്ദേഹം എന്റെ ചിത്രവും എന്റെ പ്രഭാഷണം റെക്കോർഡ് ചെയ്യുന്നു. നാളെ രാവിലെ അദ്ദേഹം ഈ ടേപ്പ് തന്നാൽ നമുക്കിത് കാണാം. എങ്കിൽ യഹോവയായ ദൈവം, സയൻസ് പറയുന്നു, 430 കോടി വർഷം മുമ്പേ ദൈവത്തിന്റെ ശബ്ദത്താൽ പ്രപഞ്ചമുണ്ടായപ്പോൾ, അന്നൊരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ അന്നുണ്ടായ 2 തരംഗങ്ങൾ, 2 രശ്മികൾ. 1 ഇലക്ട്രോണിക് തരംഗങ്ങൾ, 2 മാഗ്നറ്റിക് തരംഗങ്ങൾ. ഇലക്ട്രോണിക് തരംഗങ്ങളും കാന്ത തരംഗങ്ങളും അന്തരീക്ഷത്തിൽ ഒന്നുണ്ടായത് ഭൂമിയുടെ മേൽ വന്നപ്പോൾ രണ്ടും കൂടെ ഒന്നായി. അതിന്റെ പേരാണ് റേഡിയോ തരംഗം. ആ റേഡിയോ തരംഗം ഭൂമിയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നു. അന്ന് മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് നമ്മുടെ റേഡിയോ വീട്ടിൽ ഓൺ ചെയ്യുമ്പോൾ ചില അപശബ്ദങ്ങൾ കേൾക്കുന്നത് റേഡിയോയുടെയോ സ്റ്റേഷന്റെയോ കുഴപ്പമല്ല, ഈ സിഗ്നൽ കയറി വരുന്നതാ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് തരംഗങ്ങളും ഇലക്ട്രിക്കൽ തരംഗങ്ങളും ഒന്നായിട്ട് റേഡിയോ തരംഗമായിട്ട് ഭൂമിയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നെങ്കിൽ അതിന്റെ കാരണം ദൈവം തമ്പുരാന്റെ വീഡിയോ ക്യാമറ ആയ മനുഷ്യൻ രാത്രി ചെയ്തതും പകല് ചെയ്തതും രഹസ്യത്തിൽ ചെയ്തതും
ചെയ്തതും പരസ്യത്തിൽ ചെയ്തതും മുഴുവൻ സ്വർഗം മേളിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സഭാപ്രസംഗി പറഞ്ഞത്, ദൈവം നല്ലതെന്ത് ചെയ്തതുമായ സകല രഹസ്യ പ്രവൃത്തികളെ ഒടുവിൽ ന്യായവിസ്താര സ്ഥലത്ത് വെളിപ്പെടുത്തും. എങ്കിൽ അതിന് അടിയിലത്തെ 3 തട്ട്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ. വാക്യം കണ്ടോ? ആകാശത്തിന്റെ ശക്തി ഇളക്കി കളയുമെന്നല്ല, ഇളകിപ്പോവും. ഒരു കഥക ആ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ഒരു ആശാരിയെ വിളിച്ച് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇളക്കിയെടുക്കാം. സ്ക്രൂ ഇളക്കിയെടുത്താൽ ഇളക്കിയെടുക്കുക. അതേ കഥക സൂക്ഷ്മതയില്ലാതെ കുഞ്ഞുങ്ങൾ ആട്ടി എടുത്ത് കളഞ്ഞാൽ അത് ഇളക്കിയെടുക്കുകയല്ല, ഇളകി പോവുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാ. ഉടമസ്ഥനോ നിർമ്മിച്ചയാളോ വന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അൺസ്ക്രൂ ചെയ്യുമ്പോൾ കഥ ഇളക്കിയെടുക്കാം. എന്നാൽ കുഞ്ഞുങ്ങളോ മറ്റുള്ളവരോ സൂക്ഷ്മതയില്ലാതെ തുറക്കുകയും വലിച്ചടക്കുകയും ചെയ്യുമ്പോൾ ഇളകിപ്പോകും. അങ്ങനെയാണെങ്കിൽ ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തെ, ഭൂമിയുടെ മേൽക്കൂര ഈ ലോകത്തിലെ സമ്പന്നന്മാരായ ബിസിനസ്സുകാർ ഇളക്കിക്കളഞ്ഞു. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും ഞാൻ പറയട്ടെ, കടലിനെ സംബന്ധിച്ച് വലിയൊരു അപകടത്തിൽ നിൽക്കുന്ന കടൽ. ഭൂമിക്കൊരു കൂളറുണ്ട്. ഈ ഭൂമി ഇങ്ങനെ നിൽക്കാൻ യഹോവയായ ദൈവം ഒരു കൂളർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കൂളറിന്റെ പേരാണ് അന്റാർട്ടിക്ക, വടക്കേ മല. ഭൂമിയുടെ ഉത്തര ധ്രുവവും നമ്മൾ സ്കൂളിൽ പഠിച്ച സൂത്രത്തിന്റെ പേരാണ് അന്റാർട്ടിക്ക. അതവിടെ കിടക്കുന്നത് കൊണ്ടാണ് ആ മഞ്ഞിന്റെ തണുപ്പ് മണ്ണിനടിയിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് ഭൂമിയിൽ വ്യാപിക്കണം. ദൈവം നമ്മളെ വെറുതെ വെച്ചിരിക്കുന്ന അല്ലതൊന്നും. എന്നാൽ ആധുനിക സയൻസ് പറയുന്ന ഈ ഗ്ലോബൽ വാർമിംഗ് നിമിത്തം അന്റാർട്ടിക്ക ഉരുകുവാൻ തുടങ്ങി. ഇങ്ങനെ ഉരുകിയാൽ കേട്ടുകൊള്ളുക, ഈ ചൂട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അടുത്ത 15 to 20 വർഷത്തിനിടയിൽ സമുദ്രനിരപ്പ് 2 അടി പൊങ്ങും. സ്തോത്രം. ഒറ്റ സുനാമിയിൽ 1 അടി പൊങ്ങിയെങ്കിൽ സ്തോത്രം, സമുദ്രനിരപ്പ് 2 അടി പൊങ്ങിയാൽ കൊച്ചി, ആലപ്പുഴ, തിരുവനന്തപുരം, ന്യൂയോർക്ക്, ഹോങ്കോങ് ഇങ്ങനെയുള്ള ലോകത്തിലെ തുറമുഖ നഗരങ്ങളുടെ കാര്യം ശകലം പരുങ്ങലില്ല. സ്തോത്രം. കടൽ നിരപ്പുയരുന്നു. 2 ഹല്ലേലൂയ. കടലിന് ഞാനൊരല്പം സാരസമായ ഭാഷ പറയാം. കടലിന് ഗ്യാസ്ട്രോഎൻറൈറ്റിസ്, ഗ്യാസ് ട്രബിൾ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയാൽ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. ശാന്തമായി ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയോ മതത്തെയോ സഭയെയോ ഒന്നും ഞാൻ സ്പർശിക്കുന്നില്ല. ഒരു കാര്യം തറപ്പിച്ച് പറയാം. തിരുവചനം പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവരുടെ പേരാണ് ദൈവമക്കൾ. അവരുടെ പേർ സ്വർഗത്തിലുണ്ട്.